നമസ്കാരം. നമ്മളുടെ പോൾ ഡു ഷെയ്വിൻ്റെ അൺനോൺ ഗാബോൺ അവസാന ഭാഗത്തിലേക്ക് സ്വാഗതം. നല്ല സമാധാനപരമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഇഗാലയുടെ കയ്യിലിരുന്ന തോക്ക് അബദ്ധത്തിൽ താഴെ വീണ് പൊട്ടുകയും ഗ്രാമത്തലവൻ്റെ ഭാര്യയല്ല ഭാര്യമാരിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തത്. ഒന്നാമത്തെ പോൾ ഡു ഷെയ്വ് വസൂരിയും കൊണ്ടാണ് നടക്കുന്നതെന്നൊരു പ്രചാരണം ഈ ഭാഗങ്ങളിൽ ഉണ്ട്. അതും പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു കൊലപാതകം കൂടി ഇങ്ങേരുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. കയ്യിൽ കിട്ടുന്നതും കൊണ്ട് ഓടി രക്ഷപ്പെടുകയല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളൊന്നും തന്നെയും മുന്നിലില്ല. ഇതിൻ്റെ ഇടയിൽ ചുമട്ടുകാർ പോളിൻ്റെ സാധനങ്ങളൊക്കെ വഴിയിലിട്ട് വെച്ചിട്ട് ഓടിപ്പോയി. ഫോട്ടോഗ്രാഫുകൾ, ഡയറികൾ, മാപ്പുകൾ, സയൻറ്റിഫിക് ഉപകരണങ്ങൾ, അങ്ങനെ പലതും ഇദ്ദേഹത്തിന് നഷ്ടമായി. കടൽ തീരത്ത് നിന്ന് ഏതാണ്ട് 440 മൈലുകൾ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഈ പോളും സംഘവും ഇപ്പോഴുള്ളത്. ഇവിടെ വെച്ച് എന്ത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലും അതിന് പകരം ഒന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 440 മൈലുകൾ തിരികെ നടക്കുന്ന കാര്യമല്ല. യാത്രയുടെ ലക്ഷ്യം, അതായത് കഴിഞ്ഞ യാത്രയുടെ ലക്ഷ്യം ഒരു ഗൊറില്ലയെ ജീവനോടെ പിടിക്കുക എന്നതായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം താൻ മുമ്പ് കണ്ടെത്തിയ കാര്യങ്ങൾക്കൊക്കെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഈ പോൾ ഡു ഷെയ്വിന് ഉണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ തവണ ലണ്ടനിൽ ഇദ്ദേഹത്തിന് കാര്യമായ കളിയാക്കലുകൾ കിട്ടിയതാണ്. തൻ്റെ ഭാഗം ശരിയാണെന്ന് കാണിക്കുവാനായിട്ട് ഇപ്രാവശ്യം യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് മാപ്പ് ചെയ്യാനും ആസ്ട്രോണമിക്കൽ ഡേറ്റ കളക്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് പോൾ കാര്യമായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ഇതിനു വേണ്ടിയിട്ട് മറ്റ് പലരുടെ ഉപദേശങ്ങളും പര്യവേഷണ സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ അദ്ദേഹം കാര്യമായിട്ട് തന്നെ വായിക്കുകയും പ്രയോജനപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. RGS എന്ന റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റി പുറത്തിറക്കിയ ഹിൻസ് ടു ട്രാവലേഴ്സ്, ദ ആർട്ട് ഓഫ് ട്രാവൽ, വാട്ട് ടു ഒബ്സർവ്, പിന്നെ റാൻഡോഫ് ബാൻസ് മാർസിയുടെ പ്രയറി ട്രാവലർ, ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെയാണ് കൂടുതലും ഡു ഷെയ്വ് വായിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ പോൾ ഡു ഷെയ്വ് തൻ്റെ ആദ്യ യാത്രയിൽ ഗൊറില്ലകളെ കണ്ടെത്തിയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളമാണ് എന്നാണ് പലരും അക്കാലത്ത് കരുതിയിരുന്നത്. എന്നാൽ പോളിനെ പോലെ തന്നെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് യാത്രകൾ നടത്തിയിരുന്ന പല ആളുകൾക്കും ഇദ്ദേഹം പറയുന്നതിൽ കുറച്ച് കാര്യമൊക്കെ ഉണ്ട് എന്ന് അന്നേ അറിയാമായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ പോൾ ഡു ഷെയ്വിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തത് നമുക്കറിയാവുന്ന ഒരാളാണ്, നമ്മുടെ വീഡിയോസിൽ മുമ്പ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരാളാണ്, സാക്ഷാൽ റിച്ചാർഡ് ഫ്രാൻസിസ് ബർട്ടൺ. ഈ പേര് ഓർമ്മ കാണും. അങ്ങനെ തന്നെ നമ്മുടെ നൈൽ ഡയറി വീഡിയോ സീരീസിൽ സ്പെക്കയുടെ കൂടെ നൈലിൻ്റെ ഉത്ഭവം കണ്ടെത്താൻ പുറപ്പെട്ട അതേ ഫ്രാൻസിസ് ബർട്ടൺ, ഇദ്ദേഹം തന്നെ നൈൽ യാത്ര കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ ടൈംസ് പത്രത്തിന് കൊടുത്ത ഒരു കത്തിലാണ് തനിക്ക് ഈ ഡു ഷെയ്വിനെ കുറിച്ച് വളരെ ഉയർന്ന അഭിപ്രായമാണ് എന്ന് നമ്മുടെ ഈ ബർട്ടൺ അഭിപ്രായപ്പെട്ടത്. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഏറ്റവും മികച്ച ഹണ്ടർ പോൾ ഡു ഷെയ്വ് തന്നെയാണ് എന്നാണ് ബർട്ടൺ പറയുന്നത്. ഡു ഷെയ്വ് ഗൊറില്ലകളെ വേട്ടയാടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഫ്രാൻസിസ് ബർട്ടന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. എന്നാൽ ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് നമ്മുടെ പോളിൻ്റെ മേലിൽ പലർക്കും സംശയം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. തൻ്റെ ആദ്യ യാത്രയിൽ നമ്മളത് കണ്ടതാണ്, ഗൊറില്ല കൺട്രി എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോയിൽ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ യാത്രയിൽ ഈ മലനിരകളുടെ ഉയരവും മറ്റും അളക്കാൻ കഴിയാതിരുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ഉപകരണങ്ങളുടെയും അറിവിൻ്റെയും അഭാവം കൊണ്ടാണെന്ന് നമ്മുടെ പോളിന് ആ സമയത്ത് തന്നെ പിടികിട്ടിയതാണ്. അതുകൊണ്ട് ജോർജ് ബാക്ക് എന്ന വ്യക്തിയുടെ കീഴിൽ ഇദ്ദേഹം അനറോയിഡ് ബാരോമീറ്ററുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട് നല്ല രീതിയിൽ പരിശീലിച്ചു. ഈ രണ്ടുപേരും ചേർന്നിട്ട് ലണ്ടനിലെ മികച്ച വാച്ച് മേക്കർമാരെയും ടെക്നീഷ്യന്മാരെയൊക്കെ സന്ദർശിച്ചിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങുകയും ചെയ്തു. ഇതിനും പുറമെ യാത്രയ്ക്കായിട്ട് ഒട്ടനവധി സാധനങ്ങളാണ് അദ്ദേഹം കരുതിയത്. നമ്മളത് കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. വസ്ത്രങ്ങൾ, ഷൂസുകൾ, 100 കണക്കിന് പൗണ്ട് വെടിമരുന്ന്, തോക്കുകൾ, 1000 കണക്കിന് ബുള്ളറ്റുകൾ, ഗാലൻ കണക്കിന് കാസ്റ്റർ ഓയിൽ, കിനൈൻ, മൃഗങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ആഴ്സനിക്ക്, സെക്സ്റ്റൻറ്റുകൾ, ക്യാമറകൾ, പിന്നെ ബാരോമീറ്ററുകൾ, വടക്ക് നോക്കി യന്ത്രങ്ങൾ, തെർമോമീറ്റേഴ്സ്, ഇതൊക്കെ അദ്ദേഹം വാങ്ങിച്ചു കൂട്ടിയതാണ്. കൂടാതെ ഗോത്രവർഗ്ഗക്കാരുമായിട്ട് വ്യാപാരം നടത്താനും അവരെ ആകർഷിക്കാനൊക്കെ ആയിട്ട് മ്യൂസിക്കൽ ബോക്സുകൾ, മുത്തുകൾ ഉൾപ്പെടെയുള്ള 50ഓളം വലിയ കെട്ടുകൾ, ഇതൊക്കെ അദ്ദേഹം കൊണ്ടുവന്നതാണ് ഇങ്ങോട്ടേക്ക്. ഗോത്രത്തലവന്മാർക്ക് സമ്മാനങ്ങൾ നൽകാനായിട്ട് മോഡേൺ ഓഷ്യാനോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജോൺ മുറൈ പോളിന് 50 പൗണ്ട് ക്യാഷായിട്ട് കൊടുക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ പോളിനെ ഇഷ്ടപ്പെടുകയും അനുകൂലിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്തിരുന്ന കുറേയേറെ ആളുകൾ അക്കാലത്തും ലണ്ടനിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് താൻ മുമ്പ് കണ്ടെത്തിയ സ്ഥലങ്ങളുടെ സ്ഥാനങ്ങൾ ശാസ്ത്രീയമായ കൃത്യതയോടെ രേഖപ്പെടുത്തുവാനും അവിടുത്തെ മനുഷ്യരെയും പ്രകൃതിയെയും കുറിച്ച് താൻ എഴുതിയ കാര്യങ്ങൾ സത്യമാണെന്ന് പുതിയ തെളിവുകൾ കാണിച്ചിട്ട് ലോകത്തിന് മുന്നിൽ തെളിയിക്കുവാനൊക്കെ ആയിട്ടാണ് ഈ യാത്രയിലൂടെ പോള് ലക്ഷ്യമിട്ടത്. ഗൊറില്ലകളെക്കാൾ ഉപരി സ്വന്തം വിശ്വാസ്യതയും അംഗീകാരവും തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു പോളിൻ്റെ ഇപ്രാവശ്യത്തെ ലക്ഷ്യം. അത് നേടാതെ ലണ്ടനിലേക്ക് മടങ്ങുകയില്ല എന്ന് അദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഈ സ്വപ്നമാണ് ഇപ്പോൾ തകർന്നടിച്ചത്. ഇദ്ദേഹം കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒട്ടുമിക്ക സാധനങ്ങൾ ഉപേക്ഷിച്ചാണ് പോളിൻ്റെ ചുമട്ടുകാർ ജീവഭയം കൊണ്ട് ഓടിപ്പോയത്. അതൊക്കെ വീണ്ടെടുക്കാനായിട്ട് തിരിച്ച് അതേ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോവുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല.
നമ്മൾ മനുഷ്യർ നമ്മുടെയൊക്കെ നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ലാതെ വെറും വിനോദത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ കൊന്നൊടുക്കുന്നതും പ്രകൃതിയെ നശിപ്പിക്കുന്നതും നല്ലതല്ല എന്ന തിരിച്ചറിവ് പോൾ ഡു ഷെയ്വിന് ഉണ്ടായത് ഈ യാത്രയിലൂടെയാണ്. തന്നെ ഗാബോണിൽ എത്തിച്ച മെൻഡർ എന്ന അതേ കപ്പലിൽ ഒരു കത്ത് പോള് ലണ്ടനിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ യാത്രയിൽ താൻ കൊല്ലപ്പെട്ടേക്കാം എന്നൊരു സംശയം അദ്ദേഹം ഈ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എങ്കിലും നൈൽ നദി വരെയും താൻ എങ്ങനെയും ചെല്ലുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞ ലണ്ടനിലെ റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റി, അവിടെയാണ് ഇദ്ദേഹം ഈ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ അക്കാലത്ത് എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി അവതരിപ്പിക്കുന്നത്. ആ സൊസൈറ്റിയിൽ പോളിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ സാക്ഷാൽ റോഡറിക് മിർച്ചിസൺ ആയിരുന്നു. വെള്ളച്ചാട്ടങ്ങൾ, മലകൾ, പുഴകൾ, അങ്ങനെ ഭൂമിയിലെ ഏതാണ്ട് 15 നിർമ്മിതികൾക്ക് ഇദ്ദേഹത്തിൻ്റെ പേരാണുള്ളത്. ചന്ദ്രനിലെ ഒരു ഗർത്തത്തിൻ്റെ പേരും മിർച്ചിസൺ എന്നാണ്. മിർച്ചിസൺ ഫോൾസ് നമ്മുടെ എസ് കെ പൊറ്റക്കാട്ടിൻ്റെ നൈൽ ഡയറി വായിച്ച ആളുകൾക്ക് അറിയാം. അത്രയ്ക്കും പ്രശസ്ത ജിയോളജിസ്റ്റായ അദ്ദേഹം പോളിന് കാര്യമായ പിന്തുണയാണ് അക്കാലത്ത് കൊടുത്തിരുന്നത്. അദ്ദേഹം ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയുടെ മീറ്റിങ്ങിൽ വെച്ച് പോളിൻ്റെ ഈ കത്ത് എല്ലാവരെയും വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തതാണ്. ഗാബോൺ അല്ലെങ്കിൽ ഗബോണിലെ ആയിരക്കണക്കിന് പ്രാണികളെ, ആ കാട്ടിൽ നിന്ന് പിടിച്ച ആയിരക്കണക്കിന് പ്രാണികളെ ഗ്ലാസ് ട്യൂബുകളിലൊക്കെ ആക്കിയിട്ട് ലണ്ടനിലേക്ക് കപ്പലിൽ കൊടുത്തയച്ച അത്രയും റിസ്ക് എടുത്ത ആളാണ് പോൾ ഡു ഷെയ്യു എന്നാണ് അന്ന് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. അങ്ങനെ ലണ്ടനിൽ ഈ പോളിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹം വിജയിച്ചു വരും എന്ന് തന്നെ പ്രതീക്ഷയിൽ കഴിയുമ്പോൾ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ കൊടുങ്കാട്ടിൻ്റെ ഉള്ളിൽ എവിടെയോ പോൾ ഡു ഷെയ്യു തൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഓടുകയായിരുന്നു. അദ്ദേഹവും കോമി ഗോത്രക്കാരും ഏതാണ്ട് 10 മിനിറ്റോളം തുടർച്ചയായിട്ട് തന്നെ ഓടി. ജീവൻ കയ്യിലെടുത്തുകൊണ്ടുള്ള ഓട്ടമായിരുന്നുകൊണ്ട് തന്നെ ഗ്രാമക്കാരെ, പുറകെ വരുന്ന ഗ്രാമവാസികളെ, അഷിങ്കോകളെ അത്യാവശ്യം പുറകിലാക്കാനായിട്ട് ഇവർക്ക് സാധിക്കുകയും ചെയ്തു. ഒന്ന് നിന്ന് ശ്വാസമെടുത്ത ശേഷം പോള് കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, നമ്മൾ ഇത്രയ്ക്കും പേടിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല. ഇത് ഒന്നാമതായി ഇടതൂർന്ന മരങ്ങൾ നിൽക്കുന്ന കൊടുങ്കാടാണ്. അതുകൊണ്ട് അവർക്ക് ദൂരെ നിന്നും കുന്തമറിയാൻ സാധിക്കില്ല. കൂടാതെ ഓരോ തവണയും അമ്പ് വിട്ട് കഴിഞ്ഞാൽ അവർക്കത് റീലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നിൽക്കണം. ആ ഒരു സമയം ഗ്യാപ്പ് ആവശ്യമാണ്. ചുരുക്കത്തിൽ അവർ ലക്ഷ്യം വെച്ച് വരുമ്പോഴേക്കും നമുക്ക് എളുപ്പത്തിൽ ഓടി മറിയാൻ സാധിക്കും. ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ തോക്കുകൾ, റിവോൾവേഴ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒളിഞ്ഞിരുന്ന് ആക്രമിക്കും എന്നല്ലാതെ നേരിട്ട് നമ്മുടെ മുന്നിലേക്ക് വരാനായിട്ട് ഇവന്മാർക്ക് ധൈര്യം ഉണ്ടാവില്ല. ഈ പോള് ഇവർക്കിങ്ങനെ ധൈര്യം കൊടുക്കുന്നത് കാരണം ഇവന്മാർ ഇദ്ദേഹത്തിൻ്റെ സാധനങ്ങളൊക്കെ, ഈ വില പിടിച്ച സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഓടുകയാണ്. ഈ സാധനങ്ങളുടെ വില എന്താണെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എന്നാൽ പോൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാട്ടിലെ കുറുക്ക് വഴികൾ താണ്ടിയിട്ട് ശത്രുക്കൾ, ആ ഗ്രാമക്കാർ ഇവരുടെ അരികിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാമത്തലവൻ്റെ ഭാര്യയെ അബദ്ധത്തിലാണെങ്കിലും വെടിവെച്ച് കൊലപ്പെടുത്തിയ ഇഗാലോയോടായിരുന്നു അവർക്ക് കൂടുതൽ ദേഷ്യം. അവനെ ഞങ്ങൾ കൊല്ലും, ഇനി നിങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങൾ ഇപ്പോൾ തന്നെ മരിച്ചവരാണ്, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ്സാണ് അവർ കാട്ടിൽ മറിഞ്ഞിരുന്നുകൊണ്ട് വിളിച്ച് കൂവിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പോളിൻ്റെ ഈ കവലപ്രസംഗം കേട്ടതോടെ കൂടെ ഉണ്ടായിരുന്ന കോമി ഗോത്രക്കാരുടെ ഭയമെല്ലാം അത്യാവശ്യം മാറിയിട്ടുണ്ടായിരുന്നു. അതോടെ അവർ തിരിച്ച് വെല്ലുവിളിക്കാൻ തുടങ്ങി. ഒരുത്തനും വന്ന വഴിയെ തിരിച്ച് വീട്ടിലേക്ക് പോവില്ല എന്നാണ് അവർ ഉറക്കെ മറുപടിയായിട്ട് വിളിച്ചു പറഞ്ഞത്. അടിപൊളി, അങ്ങനെ തന്നെ പറ എന്ന് പറഞ്ഞിട്ട് പോള് അവർക്ക് ആവേശം കൊടുത്തു. ഇഗാലയും കൂട്ടരും ഉടൻ തന്നെ കാട്ടിലേക്ക് വെടിവെപ്പ് ആരംഭിച്ചു. ഒരു കാര്യം ഓർമ്മ വേണം, ഈ പേരിൽ 2 പേരുണ്ട്, ഇഗാല, ഇഗാലോ. ഇഗാലോ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്നാണ് തോക്ക് താഴെ വീണ് പൊട്ടിയത്, ആ സ്ത്രീ മരിച്ചത്. അയാൾ ഇതിനകത്തെ അത്ര നല്ല ഒരാളൊന്നുമല്ല, അബദ്ധം കാണിക്കുന്ന ഒരു ചെറുക്കനാണ്. പക്ഷേ ഇതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോൾ ഡു ഷെയ്വിന് ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്, അത് ഇഗാലയാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന, തുടർച്ചയായിട്ട് പറയുന്ന ആൾ ആ ഇഗാലയാണ്. ആ ഇഗാലയും കൂട്ടരുമാണ് ഉടൻ തന്നെ കാട്ടിലേക്ക് വെടിവെപ്പ് ആരംഭിച്ചത്. ആർക്കൊക്കെയോ വെടിയേറ്റിട്ടുണ്ടെന്ന് അവർക്ക് പിടികിട്ടി. കുറേ നേരത്തേക്ക് ശത്രുപക്ഷത്ത് നിന്നും ശബ്ദമൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഈ തക്കം നോക്കിയിട്ട് അവർ മുന്നോട്ട് നടന്നു. അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ഒഴിഞ്ഞുപോയ വിജനമായിട്ടുള്ള ഗ്രാമത്തിലാണ് അവർ എത്തിച്ചേർന്നത്. എന്നാൽ ഇവർ വരുന്നതിന് മുമ്പ് ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ച ശേഷം ഈ ശത്രുക്കൾ, നമ്മുടെ അഷാങ്ക ഗോത്രക്കാർ ഒരുക്കിയ ഒരു കെണിയായിരുന്നത്. ഗ്രാമത്തിൽ പ്രവേശിക്കുന്ന നമ്മുടെ ഈ പോളിനെയും സംഘത്തെയും കാടിൻ്റെ മറവില്ലാതെ വ്യക്തമായിട്ട് കാണാനായിട്ട് ഇവർക്ക് സാധിക്കും. എന്നാൽ ചുറ്റിനുമുള്ള കാട്ടിൽ മറിഞ്ഞിരിക്കുന്ന അവരെ കാണാനായിട്ട് ഈ പോളിനെയും കൂട്ടർക്കും സാധിക്കുകയുമില്ല. അതാണ് ട്രാപ്പ്. അതുകൊണ്ട് ഇവന്മാർക്ക്, ഈ ശത്രുക്കൾക്ക് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തിരുന്ന് അമ്പെയ്യുവാനും കുന്തമെറിയാനും പറ്റും. ഇതേ സമയം പോളിന് വലിയ തളർച്ചയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം മുതൽ അവരൊന്നും കഴിച്ചിട്ടില്ല. വിശപ്പിനേക്കാളും കയ്യിൽ തറച്ച ഒരു വിഷമുള്ള അമ്പ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, ഓടുന്നതിനിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു അമ്പ് വന്ന് തറച്ചിട്ടുണ്ട്. ഇവന്മാർ എന്തെങ്കിലുമൊക്കെ വിഷം ഇതിൻ്റെ അറ്റത്ത് പെട്ടിട്ടുണ്ടാവും. അത് കാരണമാവാം ഇദ്ദേഹത്തിന് അസഹനീയമായ ദാഹം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇതേ സമയം മുറിവേറ്റ് ഇഗാലയും നിലവിളിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ പോരാളിയായിട്ടുള്ള ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഇഗാലയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്. തൻ്റെ മകളെ ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന് സംശയം. കൊടുങ്കാടാണ്. അതുകൊണ്ട്
ഒറ്റ വരിയായിട്ട് സിംഗിൾ ഫയലായിട്ട്, അന്നത്തെ കാലത്ത് ഇന്ത്യൻ ഫയൽ എന്നൊക്കെ പറയും, അങ്ങനെ ഒറ്റ വരിയായിട്ട് മാത്രമേ ഇവർക്ക് ഒരാളുടെ പുറകിലും മറ്റൊരാൾ എന്ന രീതിയിൽ മാത്രമേ ഇവർക്ക് നടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കാട്ടിലൂടെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇഗാല ഏറ്റവും മുന്നിലും ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയ ഇഗാലോ ഏറ്റവും പുറകിലും നടക്കുവാനായിട്ടാണ് പോൾ ഉത്തരവിട്ടത്. ഈ ഇഗാലോയുടെയും പുറകിൽ ഏറ്റവും പുറകിലായിട്ടാണ് നമ്മുടെ ഡു ഷെയ്യു നടന്നിരുന്നത്. ഏറ്റവും അപകടം പിടിച്ച ആ സ്ഥാനം അദ്ദേഹം സ്വയം ഏറ്റെടുത്തതാണ്. കടൽ തീരത്തു നിന്നും പുറപ്പെടുമ്പോഴേക്കും ഈ കൂടെ ഉണ്ടായിരുന്ന കോമി ഗോത്രക്കാരുടെ ആളുകൾ, ബന്ധുക്കൾ, ഭാര്യമാരൊക്കെ അവരോട് ഇവരുടെ ജീവനൊക്കെ തൻ്റെ ജീവൻ കൊടുത്തും നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഭാര്യമാർക്ക് വാക്ക് കൊടുത്തതാണ് നമ്മുടെ ഈ പോൾ ഡു ഷെയ്യു. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോഴും ഏറ്റവും റിസ്ക് എടുത്തിട്ട് ഏറ്റവും പുറകിൽ കൂടെ നടന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു സംഭവം നടന്നായിരുന്നു. പെട്ടെന്നാണ് ഇദ്ദേഹത്തിന് കൂടെയുള്ള ഒരാളെ കാണുന്നില്ല എന്നുള്ള കാര്യം പോൾ ശ്രദ്ധിച്ചത്. ചെറുപ്പക്കാരനായിട്ടുള്ള മയൂച്ചി എന്ന് പറഞ്ഞ ആളെയാണ് കാണാനില്ലാത്തത്. പോള് അവൻ്റെ പേരെടുത്ത് വിളിച്ച് ഉറക്കെ അലറി. എന്നാൽ കാട്ടിൽ നിന്നും ശത്രുക്കളാണ് അതിന് മറുപടി പറഞ്ഞത്. അവൻ മരിച്ചു, ഞങ്ങൾ അവനെ കൊന്നു എന്നാണ് അവന്മാർ വിളിച്ചു പറയുന്നത്. എന്നാൽ പോള് പറഞ്ഞു, ഞങ്ങൾക്ക് യുദ്ധം വേണ്ട, നിങ്ങളുടെ നാട്ടുകാരെ കൊല്ലാൻ വന്നവരല്ല ഞങ്ങൾ നിങ്ങളുടെ ഗ്രാമം വിട്ടു പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ പുറകെ വരരുത്, പിന്തുടർന്നാൽ ഉറപ്പായിട്ട് യുദ്ധം ഉണ്ടാവും. എന്നാൽ ഭീകരമായിട്ടുള്ള കൊലവിളികൾ നടത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ഗ്രാമവാസികൾ അതിന് മറുപടി പറഞ്ഞത്. പെട്ടെന്നാണ് കാട്ടിൽ നിന്നും 100 കണക്കിന് കുന്തങ്ങൾ ഇവരെ ലക്ഷ്യമാക്കി പാഞ്ഞു വന്നത്. ഡാ പിള്ളേരെ, ഇനിയൊന്നും നോക്കാനില്ല, ചുറ്റിനും പിടിവെച്ചു, ഒരു ദയയും വേണ്ട, പക്ഷേ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുത്. അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് എൻ്റെ നാട്ടിൽ തലയുയർത്തി നടക്കാനാവില്ല. ഇവരുടെ കൂടെ ഇനി 3 നായ്ക്കൾ മാത്രമാണ് അവശേഷിക്കുന്നത് ജീവനോടെ. 10-ൽ കൂടുതൽ അമ്പുകൾ ശരീരത്തിൽ ഏറ്റിട്ടാണ് ഓരോ നായ്ക്കളും കൊല്ലപ്പെട്ടത്. വനം മുഴുവനും ശത്രുക്കളായിട്ടുള്ള അഷാങ്കോ ഗോത്രക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ മരത്തിൻ്റെ പുറകിൽ മറിഞ്ഞിരുന്ന ഒരാൾ പോളിൻ്റെ നേർക്ക് കുന്തെറിഞ്ഞു. മക്കൊണ്ടായി അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് തോക്കുയർത്തിയെങ്കിലും പോൾ തടഞ്ഞു. അയാൾ ഒരു വൃദ്ധനാണ്, പോരാഞ്ഞിട്ട് ഇപ്പോൾ കയ്യിൽ ആയുധമൊന്നും ഇല്ലതാനും. ആയുധം ഇല്ലാത്ത ആളെ കൊല്ലേണ്ട ആവശ്യമില്ല. അടുത്ത നിമിഷം വിഷം പുരട്ടിയ ഒരു അമ്പ് ഡു ഷെയ്യുവിൻ്റെ ദേഹത്ത് വന്ന് തറച്ചു. വയറ്റിൽ കെട്ടിയിരുന്ന റിവോൾവർ ബെൽറ്റ് തുളച്ചിട്ടാണ് അത് ദേഹത്ത് കൊണ്ടത്. ആ പരിക്ക് സാരമുള്ളതായിരുന്നില്ല, പക്ഷേ അമ്പ് വിഷം പുരട്ടിയതാണ്. എന്നാൽ അത് ബെൽറ്റിൽ നിന്നും വലിച്ചൂരി എടുക്കാൻ പോലും നമ്മുടെ പോൾ ഡു ഷെയ്യുവിന് സാധിച്ചില്ല. കാരണം ചുറ്റുവട്ടത്തുള്ള മരങ്ങൾക്കിടയിൽ നിന്നും ശത്രുക്കൾ തുരുതുര അമ്പുകളും കുന്തങ്ങളും ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സഹികെട്ട പോള് തൻ്റെ ലോങ് റേഞ്ച് റൈഫിൾ കയ്യിലെടുത്തു. ഇതേസമയം 6 പേര് ഒരേ സമയം മക്കൊണ്ടോയെ ആക്രമിച്ചു. അവൻ തിരിച്ച് വെടിവെച്ചു. ഉടൻ തന്നെ പോളും കൂടി അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. അദ്ദേഹത്തിൻ്റെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ തുടർച്ചയായിട്ട് പാഞ്ഞതോടെ ആക്രമികൾ പിന്തിരിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഇഗാലയ്ക്കും വിഷമുള്ള അമ്പ് ഏറ്റിട്ടുണ്ടായിരുന്നു. ചുറ്റിനും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. അതോടെ പോളിൻ്റെ ആളുകൾ വേഗത കൂട്ടി ഓടാൻ തുടങ്ങി. ഇത്ര വേഗത്തിൽ ഓടരുത്, ഇത്ര വേഗത്തിൽ പോകരുത്, അദ്ദേഹം പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ അവർ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് കുതിക്കുകയാണ് ചെയ്തത്. ഇതൊന്നും കേൾക്കാനായിട്ട് അവർക്ക് സമയമില്ല. അഷാങ്കോകളുടെ അലർച്ചകൾ കൂടുതൽ ഭീകരമായിട്ട് പുറകിൽ കേൾക്കുന്നുണ്ട്. മരങ്ങളുടെ പിന്നിൽ മറഞ്ഞിരുന്നു കൊണ്ട് അവർ തുടർച്ചയായിട്ട് അമ്പുകൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കോമി യുവാക്കൾ ഇതെല്ലാം കണ്ട് ഭയന്നിട്ട് സർവ്വശക്തിയും എടുത്ത് ഓടുകയാണ്. ഇവർ ഈ കാട്ടിലെ ആൾക്കാരല്ല, അവർ കടൽ തീരത്ത് താമസിക്കുന്ന ആളുകളാണ്. ഇത്തരം യുദ്ധമുറകളോട് അവർക്ക് വലിയ പരിചയമൊന്നുമില്ല, ഇവർ പേടിച്ചുപോയി. എന്നാൽ നമ്മുടെ മുറിവേറ്റ നമ്മുടെ ഇഗാലയും പോളും നമ്മുടെ പോൾ ഡു ഷെയ്യും ഏറ്റവും പുറകിലായിട്ടാണ് വരുന്നത്. രക്തത്തിനായിട്ട് ദാഹിക്കുന്ന 100 കണക്കിന് മനുഷ്യരുടെ അട്ടഹാസങ്ങളും കാൽപെരുമാറ്റവും തൊട്ട് പിന്നിൽ കേൾക്കുന്നുണ്ട്. പോളിൻ്റെ സംഘം പതർന്ന് കണ്ടപ്പോഴേക്കും അഷാങ്കുകൾക്ക് ധൈര്യം കൂടി. ഇതിനിടെ പോള് തൻ്റെ തോക്ക് ഉയർത്തി വരുന്നതിൻ്റെ ഇടയിൽ മറ്റൊരമ്പ് അദ്ദേഹത്തിൻ്റെ നടുവിരലിലെ അസ്ഥി വരെയും മുറിച്ച് അകത്ത് കടന്നു. മുറിവിൽ നിന്നും ചോര പുറത്തേക്ക് ചിതറി. ഇവർ ഓടിക്കിറച്ചിരിക്കുന്ന സമയമല്ലേ. അത് കണ്ടിട്ട് അഷാങ്കോകൾ ഉറക്കെ അലറി, ഒഗൂസി, നിങ്ങളുടെ രക്തം ഞങ്ങളുടെ മണ്ണിൽ വീണ് കഴിഞ്ഞു, ഇനി നിങ്ങൾ ജീവനോടെ ഈ കാട് വിട്ട് പുറത്തു പോകില്ല. ഞങ്ങൾ എല്ലാ ഗ്രാമങ്ങളിലും ഇവരെ അറിയിച്ചു കഴിഞ്ഞു. എവിടെ ചെന്നാലും നിങ്ങൾക്കിനി രക്ഷയില്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഞങ്ങൾ കൊന്ന് കഷ്ണങ്ങളാക്കിയിരിക്കും. രക്തം മരവിക്കുന്ന ഈ ഭീഷണി കേട്ടിട്ട് പോളും ഇഗാലയും മുന്നോട്ടേക്ക് ഓടി. എന്നാൽ പോകുന്ന വഴി തൻ്റെ ആളുകൾ ഉപേക്ഷിച്ച സാധനങ്ങൾ കണ്ടിട്ട് പോളാകെ തകർന്നുപോയി. തൻ്റെ ഫോട്ടോസ്, കുറേയേറെ ഡയറി കുറിപ്പുകൾ, ക്യാമറകൾ, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് കോമി ഗോത്രക്കാർ ഓടി മുന്നോട്ടേക്ക് പോയിരിക്കുന്നത്. ദേഷ്യം വന്ന പോള് ഒരിക്കൽ കൂടി തൻ്റെ റിവോൾവർ എടുത്തിട്ട് ആകാശത്തേക്ക് വെടിവെച്ചു. ഭീരുക്കളെ, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോയി കളയുകയാണോ? ഇക്കാര്യം ഞാൻ കെങ്കുവേസ രാജാവിനെ അറിയിക്കും. പോളിന് ശരിക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. തൻ്റെ വർഷങ്ങളുടെ അധ്വാനമാണ് അവർ വഴിയിൽ കളഞ്ഞിരിക്കുന്നത്. എന്നാൽ പോള് പെട്ടെന്ന് തന്നെ തൻ്റെ ദേഷ്യം അങ്ങ് നിയന്ത്രിച്ചു. ഇവന്മാരുടെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ഇവരെ ഒലിപ്പിച്ച് നിയന്ത്രിച്ച് വേണം കൊണ്ടുപോകാനായിട്ട്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നതല്ലേ, നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ തോക്കുകൾക്കാണ് അവരുടെ കുന്തങ്ങളെക്കാളും ശക്തിയുള്ളത്. നമ്മൾ ഓടിപ്പോകാതെ തിരിച്ചാക്രമിച്ചാൽ അവർ ഭയപ്പെടും, അതുറപ്പാണ്. നമ്മുടെ തോക്കിൽ നിന്ന് വരുന്ന വെടിയുണ്ടകൾക്ക് 4-5 പേരെ വീഴ്ത്താൻ ശേഷിയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കേട്ടതോടെ കോമികൾക്ക് വീണ്ടും ധൈര്യം വെക്കുകയും അവർ തിരിച്ച് വെടിവെക്കാൻ തുടങ്ങുകയും ചെയ്തു. അതോടുകൂടി ശത്രുക്കളിൽ പലരും വെടിയേറ്റ് നിലത്ത് വീണു. ആ തക്കം നോക്കിയിട്ട് പോളും സംഘവും കുറച്ച് ദൂരം കൂടി മുന്നോട്ടേക്ക് ഓടി. അവസാനമാണ് അവർ മുമ്പ് പറഞ്ഞ വിജനമായ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്.
ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അതൊരു കെണിയാണ്. പോളും സംഘവും വരുന്നതിന് മുമ്പ് അഷാങ്കോകൾ ആ ഗ്രാമം ഒഴിപ്പിച്ച് അതൊരു കെണിയാക്കിയതാണ്. മുമ്പ് പറഞ്ഞില്ലേ, പോളും സംഘവും തുറസായ സ്ഥലത്താണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഗ്രാമത്തിന് ചുറ്റുമുള്ള കാടുകളിൽ നിന്നും ശത്രുക്കൾക്ക് തടസ്സമില്ലാതെ അവരെ കാണാനും അമ്പെയ്യുവാനും സാധിക്കും. ഇതിനിടെ പോളിന് നന്നായിട്ട് തളർച്ച, ക്ഷീണം അനുഭവപ്പെട്ടു തുടങ്ങി. ആ അമ്പുകളിൽ പുരട്ടിരിക്കുന്ന വിഷം സാവധാനം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാവണം അദ്ദേഹത്തിന് നല്ലതുപോലെ ദാഹം തോന്നി തുടങ്ങിയത്. ഇഗാലയ്ക്കും പരിക്കുകളുണ്ട്. അയാളും ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇവർക്കെല്ലാം ഇവിടെ നിന്ന്, ഈ കാട്ടിൽ നിന്ന് ജീവനോടെ പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഗ്രാമത്തിന് ചുറ്റുമുള്ള കാടുകളിൽ അഷാങ്കോകൾ വന്ന് നിറഞ്ഞു തുടങ്ങി. അതോടുകൂടി പോള് തൻ്റെ ലോങ് റേഞ്ച് റൈഫിൾ വീണ്ടും കയ്യിലെടുത്തു. ഒരാൾ തൻ്റെ നേർക്ക് അമ്പെയ്യുവാൻ ഒരുങ്ങുന്നത് കണ്ടതോടെ പോള് അവനെ ലക്ഷ്യമാക്കി വെടിവെച്ചു. അവൻ്റെ വലത്ത് കൈ തകർന്ന് തൂങ്ങിപ്പോയി. അവൻ്റെ പിന്നാലെ വന്ന മറ്റൊരാളെ കൂടി പോള് വെടിവെച്ച് താഴെയിട്ടു. ഇത് കണ്ടതോടെ റെബോക്കയും തൻ്റെ തോക്കെടുത്തിട്ട് വെടിവെക്കാൻ തുടങ്ങി. ഒരുത്തനും ഇവിടെ വന്ന് ജീവനോടെ തിരിച്ചു പോകില്ല, ഇതും പറഞ്ഞുകൊണ്ട് അലറിക്കൊണ്ടാണ് റെബോക്ക വെടിവെച്ചത്. അതോടുകൂടി 2-3 പേര് വധിക്കപ്പെട്ടതോടു കൂടിയിട്ട് ഈ ഗ്രാമത്തിൻ്റെ പരിസര ഭാഗങ്ങളിൽ നിന്നും ആ കാടുകളിൽ നിന്നും അഷാങ്കോകൾ സാവധാനം പിൻവലിഞ്ഞു. ഈ തക്കം നോക്കിയിട്ട് പോളും സംഘവും ആ ഗ്രാമത്തിൽ നിന്നും വളരെ വേഗം കടന്നു കളഞ്ഞു. ശേഷം അവസാനം കുറേ നടന്നിട്ട് ഇവരൊരു അരുവിയുടെ തീരത്താണ് എത്തിച്ചേർന്നത്. നമ്മുടെ പോൾ ഡു ഷെയ്ന് നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം കമഴ്ന്നു കിടന്ന് മതിയാവോളം വെള്ളം അങ്ങ് കുടിച്ചു. ഇതേ സമയം മയോച്ചിയുടെ കാര്യമാണ് അദ്ദേഹം ഓർത്തത്. അതായത് മുമ്പ് കാണാതെ പോയെന്ന് പറഞ്ഞ ആ ഒരു ചെറുപ്പക്കാരൻ. അഷാങ്കോകൾ അവനെ വെട്ടി നുറുക്കി കാണുമോ, അതോ അവൻ രക്ഷപ്പെട്ട് കാണുമോ, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന് സംശയം. എന്തായാലും അതും വിചാരിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. അവർ വീണ്ടും യാത്ര തുടർന്നു. കയറ്റങ്ങളും ഇറക്കങ്ങളും അരുവികളും നിറഞ്ഞ ഒരു പ്രദേശം, അങ്ങനെയുള്ളൊരു പ്രദേശമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത് യാത്രയ്ക്ക് തീർത്തും അനുയോജ്യമല്ലായിരുന്നു. പെട്ടെന്ന് വിചാരിക്കാത്ത സമയത്ത് പോളിൻ്റെ വലത്ത് വശത്തു കൂടി ഒരു അമ്പ് പാഞ്ഞുപോയി. ഇഗാല ഉടൻ തന്നെ ചുറ്റിനും നോക്കി. ഉണങ്ങിക്കിടക്കുന്ന ഇലകൾക്കിടയിൽ പാമ്പിനെ പോലെ പതുങ്ങിയിരുന്ന് ഒരാൾ വെടിവെക്കാനായിട്ട് തുനിയുന്നുണ്ട്. ഒന്നും ആലോചിച്ചില്ല. ഇഗാല അവനെ ഒറ്റ വെടിക്ക് തന്നെ വീഴ്ത്തി. ഇതേ സമയം മുമ്പ് വയറ്റിൽ തറച്ച അമ്പ് കാരണം ഡു ഷെയ്വിന് വല്ലാത്ത വേദന അനുഭവപ്പെട്ടു തുടങ്ങി. റിവോൾവർ ബെൽറ്റിൽ തട്ടി അമ്പിൻ്റെ വേഗത കുറഞ്ഞുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. വേദന കൊണ്ട് പോളിൻ്റെ മുഖം വിളറി വിളക്കുന്നത് കണ്ടിട്ട് ആളുകൾ അദ്ദേഹത്തിന് ചുറ്റിനും കൂടി. എങ്കിലും തൻ്റെ ആളുകൾക്ക് ധൈര്യം നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു തരി വേദന പോലും പുറത്ത് കാണിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ മൊബാന എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൻ്റെ അരികിൽ എത്തിച്ചേർന്നു. എന്നാൽ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ആളുകളും നമ്മുടെ ഇവരുടെ ശത്രുക്കളായിട്ടുള്ള അഷാങ്കോളുടെ കൂടെ ചേർന്നിട്ട് പോളിനോടും കൂട്ടരോടും യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. ഈ മൊബാന എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രാമം ഒരു കുന്നിൻ്റെ മുകളിലാണ് ഉള്ളത്. അവിടെ നിന്ന് ഇവന്മാർ മുകളിൽ നിന്ന് താഴേക്ക് അമ്പും കുന്തവും ഒക്കെ വലിച്ചെറിഞ്ഞാൽ തന്നെ താഴെയുള്ള പോളിൻ്റെ സംഘത്തിന് അത് വലിയ ഭീഷണിയാകും. അതുകൊണ്ട് തന്നെ പോളും സംഘവും എന്ത് ചെയ്തു, കാടിൻ്റെ ഉള്ളിലേക്ക് പിൻവലിഞ്ഞു. നിലത്ത് വീണ് കിടക്കുന്ന ഒരു കൂറ്റൻ മരം, അതിൻ്റെ പുറകിലായിട്ടാണ് ഇവർ ഒളിച്ചത്. അവിടെ ഒരു തരി ശബ്ദം പോലും ഉണ്ടാക്കാതെ ശ്വാസം പോലും അടക്കി പിടിച്ച് അവരങ്ങിരുന്നു. ഒരു ചെറിയ ഇലയനക്കം പോലും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ശത്രുക്കൾ അടുത്ത് വരികയാണ് എന്നവർക്ക് മനസ്സിലായി. അഷാങ്കോ യോദ്ധാക്കൾ വളരെ ശ്രദ്ധയോടെ ഓരോ ചൂടും വെച്ച് പതുങ്ങി പതുങ്ങി വരുന്നത് ഇവർക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇഗാലയും സംഘവും തങ്ങളുടെ തോക്കുകൾ ഉന്നം വെച്ചു. അടുത്ത നിമിഷം തോക്കുകൾ ഗർജിച്ചു തുടങ്ങി. വെടിയേറ്റവർ നിലത്ത് വീണ് കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. മുൻനിരയിലുണ്ടായിരുന്ന ആളുകൾ വെടിയേറ്റ് വീണതോടെ പുറയിലുണ്ടായിരുന്ന അഷാങ്കോകൾ പല വഴിയെ ചിതറിയങ്ങ് ഓടി. യുദ്ധം തുടങ്ങിയത് നിങ്ങളാണ്, ഇത് അവസാനിക്കുമ്പോഴേക്കും നിങ്ങളിൽ ഒരുത്തം പോലും ബാക്കി ഉണ്ടാവില്ല. ഇഗാല ഇതൊക്കെ പറഞ്ഞങ്ങ് ഉറക്കെ അലറി. വളരെ ശാന്തമായിരുന്ന ആ കാട് ഇവന്മാർ വന്നതോടെ, വെടിയൊച്ചയും കാര്യങ്ങളൊക്കെ വന്നതോടെ ശബ്ദമുഖരിതമായി. എന്നാൽ ആളുകൾ ചിതറി ഓടിയതോടെ, കുറച്ച് ആളുകൾ മരിക്കുകയും ചെയ്തു, ബാക്കിയുള്ള ആളുകൾ ചിതറി ഓടിയതോടെ കാട് വീണ്ടും ശാന്തമായി. വെടിയേറ്റ് വീണവരുടെ ശബ്ദങ്ങളൊക്കെ ഇപ്പോഴും നിലച്ചിരിക്കുകയാണ്. അതായത് അവന്മാരൊക്കെ മരിച്ചു. അഷാങ്കോൾ അതുകൊണ്ട് തന്നെ ഇനി തിരികെ വരാൻ സാധ്യതയില്ല. അങ്ങനെ ആ യുദ്ധം അവർ ജയിച്ചെങ്കിലും പോള് പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. കണ്ണിന് മുന്നിലെ കാഴ്ചകൾ മങ്ങുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പോൾ ഡു ഷെയ്യു ബോധം കെട്ട് നിലത്ത് വീണുപോയി. അല്പസമയത്തിന് ശേഷം കുറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് അല്പം ആശ്വാസം തോന്നി. ഇത് കഴിഞ്ഞിട്ട് തൻ്റെ ശരീരത്തിൽ നിന്ന് തറച്ച അമ്പ് പുറത്തെടുക്കാനായിട്ട് അദ്ദേഹം ഇഗാലയോട് പറഞ്ഞു. അമ്പിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും വയറ്റിൽ ഈ ബെൽറ്റിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് അത് പുറത്തെടുക്കാനുള്ള സമയം പോലും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. അമ്പ് പുറത്തെടുക്കുമ്പോഴുണ്ടായ വേദന പറഞ്ഞാൽ അറിയിക്കാൻ പറ്റുന്ന അത്രയായിരുന്നില്ല. എങ്കിലും പോള് അത് നിശബ്ദമായിട്ട് തന്നെ സഹിച്ചു. ശേഷം കൂടെ ഉണ്ടായിരുന്നവരുടെ മുറിവിൽ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മരുന്നുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇനിയുണ്ട്. ആ മരുന്നുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ദേഹത്തും ബാക്കിയുള്ള ആളുകളുടെ ദേഹത്തും ഒക്കെ അദ്ദേഹം പുരട്ടി കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവസാനം എല്ലാം ശാന്തമായി കഴിഞ്ഞപ്പോഴേക്കും അവർ യാത്ര തുടരുവാൻ തന്നെ തീരുമാനിച്ചു. ഇനി അഷാങ്കോൾ പുറകെ വരാൻ സാധ്യതയില്ല. കാരണം അവരുടെ കൂടെ ഇവരെ ആക്രമിക്കാൻ വേണ്ടി വന്ന ഒട്ടനവധി ആളുകൾ ഇപ്പോഴും മരിച്ച് ആ കാട്ടിൽ തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട്
അവരിനിയും ആക്രമിക്കാനായിട്ട് പുറകെ വരാനായിട്ട് സാധ്യതയില്ല. പിന്നെയല്ല, ഓരോ ഗ്രാമക്കാർക്കും അവരുടേതായ പരിധികളുണ്ട്. അതിനപ്പുറം വിട്ടിട്ട് അവർ വരാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെ അവസാനം എല്ലാം ശാന്തമായി എന്ന് തോന്നിയ സമയത്ത് അവർ യാത്ര തുടരുവാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ വീണ്ടും കരിയിലകൾ കാട്ടിൽ അനങ്ങുന്ന ശബ്ദം കേട്ടതോടെ ഇവരാകെ തളർന്നുപോയി. ഇവന്മാർ വീണ്ടും വരികയാണോ? ഈ അശാങ്കുകൾ വീണ്ടും ആക്രമിക്കാൻ വരികയാണോ? ഇഗാലയും കൂട്ടരും തോക്കുകൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിച്ച് അനങ്ങാതെ നിന്നു. എന്നാൽ അവിടെ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് അവർ കണ്ടത്. അത് അവരുടെ കൂട്ടത്തിൽ നിന്നും കാണാതെ പോയ മയോച്ചിയായിരുന്നു. ഓട്ടത്തിൻ്റെ ഇടയിൽ വഴിതെറ്റിപ്പോയ മയോച്ചി ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ തന്നെ അവരുടെ പുറകെ വരുന്നുണ്ടായിരുന്നു. അവസാനം ഈ അശാങ്കുകൾ മുഴുവൻ, ഈ ശത്രുക്കൾ മുഴുവൻ ഭയന്ന് തിരികെ ഓടിപ്പോയി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമാണ് ഇവൻ കാട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത്. സ്വാഭാവികമായിട്ട് അവനെ കണ്ടതോടെ എല്ലാവർക്കും വലിയ സന്തോഷമായി. ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ അവരുടെ വേട്ട നായ്ക്കളിൽ ഒന്നൊഴികെ മറ്റെല്ലാം വധിക്കപ്പെട്ടിരുന്നു. അശാങ്കുകളുടെ അമ്പുകളാണ് അവയുടെ എല്ലാം ജീവനെടുത്തത്. നൈൽ നദിയുടെ ഉത്ഭവം കണ്ടെത്തുക എന്ന മോഹം പോൾ ഡു ഷെയ്വിന് ഇനി ഉപേക്ഷിച്ചേ മതിയാവൂ. അശാങ്കുകളുടെ നാടുകളാണ് ഇനി അങ്ങോട്ടേക്ക് മുഴുവൻ കിടക്കുന്നത്. ഈ ആദ്യത്തെ ഗ്രാമത്തിൽ തന്നെ ഇവർ ഉടക്കുണ്ടാക്കി. ഇനി അശാങ്കുകൾ ഈ സന്ദേശം ഇനിയുള്ള എല്ലാ ഗ്രാമങ്ങളിലേക്കും കൊടുക്കും. അതുകൊണ്ട് ഇനി ആ ഗ്രാമങ്ങൾ വഴി അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റുകയില്ല. അതുവഴി ഇനിയും മുന്നോട്ട് പോകുക എന്നത് അസാധ്യമാണ്. കയ്യിലെ സാധനങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു. തോക്കുകളും കയ്യിൽ കുറവാണ്. ശാസ്ത്രീയ ഉപകരണങ്ങളില്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താൻ കണ്ടെത്തിയതൊക്കെ ഇനി എങ്ങനെയാണ് പോയി തെളിയിക്കുന്നത്? അതുകൊണ്ട് ഇനി കാര്യമൊന്നുമില്ല. ആരും തന്നെ വിശ്വസിക്കുകയുമില്ല. കൂടെയുള്ള കോമി ഗോത്രക്കാരുടെ ആത്മവിശ്വാസവും കുറഞ്ഞു വരികയാണ്. അതുകൂടാതെ വേട്ട നായ്ക്കളില്ലാതെ പരിചയമില്ലാത്ത കാടുകളിൽ വേട്ട നടത്തുക തീരെ അസാധ്യമാണ്. പട്ടിണി കിടന്ന് ചത്തുപോകും. ചുരുക്കത്തിൽ തൻ്റെ ഈ വലിയ ദൗത്യം ഉപേക്ഷിച്ചിട്ട് മടങ്ങിപ്പോകുവാൻ തന്നെ പോൾ ഡു ഷെയ്യു തീരുമാനിച്ചു. അങ്ങനെ അവർ നിരാശയോടെ പടിഞ്ഞാറ് ദിക്കിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. അശാങ്കുകളുടെ ഭീകരമായിട്ടുള്ള യുദ്ധവിളികളില്ലാത്ത കാട് ഇപ്പോൾ നിശബ്ദമാണ്. എന്നാൽ പോള് ശരിക്കും തളർന്നിരിക്കുകയാണ്. നേരെ ചൊവ്വേ നടക്കാൻ പോലും അദ്ദേഹത്തിന് പ്രയാസമാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭാരമുള്ള ഇരട്ടക്കുഴൽ തോക്ക് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. മറ്റാരും അതെടുത്ത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിൻഭാഗം തകർത്ത് കാട്ടിലേക്ക് എറിയുകയാണ് ചെയ്തത്. ബാക്കിയുള്ള 2 തോക്കുകൾ ഒരേ സമയം ചുമക്കാനായിട്ട് അദ്ദേഹം പരമാവധി നോക്കിയെങ്കിലും നടന്നില്ല. ഇപ്പോൾ ഒരു സാധാരണ സ്മൂത്ത് ബോർ തോക്ക് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ളത്. അങ്ങനെ ഇവർ മുന്നോട്ട് പോകുന്ന വഴിയിൽ ഈ യാത്രക്കിടയിൽ അവർ അപ്രതീക്ഷിതമായിട്ട് 2 അശാങ്കോ സ്ത്രീകളെ കണ്ടുമുട്ടി. പോളിനെയും കൂട്ടരെയും കണ്ട് അവർ ശരിക്കും ആടിമുടി വിറച്ചുപോയി. തങ്ങളെ ഇത്രയും നേരം ഈ കാട്ടിൽ കൂടി ഓടിച്ച അശാങ്കോളുടെ വർഗ്ഗത്തിൽപ്പെട്ട 2 സ്ത്രീകളാണ്. ആ ദേഷ്യം കാരണം ഇഗാല അവരെ വെടിവെച്ച് കൊല്ലാനായിട്ട് തുനിഞ്ഞെങ്കിലും പോൾ അവനെ തടഞ്ഞു. ആ കിട്ടിയ തക്കത്തിന് അവർ ഓടി മറയുകയും ചെയ്തു. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങി. മടക്കയാത്രയാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് അവർ നീങ്ങുന്നത്. പക്ഷെ പോളിന് പനിയും ക്ഷീണവും ഒക്കെ കൂടിക്കൂടി വരികയാണ്. അസഹനീയമായിട്ടുള്ള ദാഹം കാരണം ഈ അരുവികൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് അത് മുഴുവൻ കുടിച്ച് വറ്റിക്കണമെന്നൊക്കെയാണ് തോന്നുന്നത്. അമ്പുകളിൽ പുരട്ടിയിരിക്കുന്ന വിഷമാണ് തൻ്റെ ദാഹത്തിന് കാരണമെന്ന് പോളിന് നന്നായിട്ട് അറിയാം. ഇതുപോലെ തന്നെ മറ്റു കോമി ഗോത്രക്കാരുടെ അവസ്ഥയും അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. അതും വളരെ മോശമായിരുന്നു. ഇതിനിടെ ഇവർ മറ്റൊരു ഗ്രാമത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരു യുദ്ധത്തിനുള്ള ആരോഗ്യം ഇവർക്കാർക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുത്തുള്ള കാട്ടിൽ ഒളിച്ചിരിക്കാനായിട്ടാണ് ഇവർ തീരുമാനിച്ചത്. അർദ്ധരാത്രി ഈ ഗ്രാമവാസികൾ ഉറങ്ങുമ്പോൾ വേണം ഇനി യാത്ര തുടരാനായിട്ട്. അവർ ഇടതിങ്ങിയിട്ട് മരങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ ഒളിച്ചിരുന്നു. ശത്രുക്കൾ കണ്ടുപിടിക്കുമോ എന്നുള്ള ഭയത്താൽ തീ കത്തിക്കുവാനോ ഉറക്കെ സംസാരിക്കാനോ ഉള്ള ധൈര്യം പോലും അവർക്കുണ്ടായിരുന്നില്ല. അവരുടെ കൂടെ ഇനി ഒരൊറ്റ വേട്ടനായ മാത്രമേ ഉള്ളൂ. അത് കുരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? അതിൻ്റെ വായ കെട്ടിവെച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ ഒരു മൂങ്ങയുടെ കരച്ചിൽ മാത്രമാണ് ആകെ കൂടി കേൾക്കുന്നത്. ഈ സമയത്ത് തൻ്റെ നാടിനെയും സുഹൃത്തുക്കളെ ഓർത്തിട്ട് പോള് അങ്ങേയറ്റം ദുഃഖിതനായി. ഒരിക്കൽ കൂടി ഇവരെയൊക്കെ ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ, എന്നിട്ട് വേണം തനിക്ക് മരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചു പോയി. അർദ്ധരാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും പോൾ തൻ്റെ വാച്ചിൽ ഒന്ന് നോക്കി. ഇഗാലയും മയൂച്ചയും കാര്യങ്ങളും നോക്കി വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ ഗ്രാമത്തിലേക്ക് അയച്ചു. അവന്മാർ മടങ്ങി വന്നിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ആ ഗ്രാമത്തിലെല്ലാവരും ഉറക്കത്തിലാണ്. യാത്ര തിരിക്കുന്നതിന് മുമ്പ് പോൾ തൻ്റെ ആളുകൾക്ക് അവസാനത്തെ ഉപദേശങ്ങൾ നൽകി. നമ്മുടെ യാത്രയുടെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇനി കടൽ തീരത്തേക്ക് മടങ്ങിയേ നിവൃത്തിയുള്ളൂ. ഞാനെങ്ങാനും ഈ പോക്കിൽ വീണു പോയാൽ എന്നെ നിങ്ങൾ ചുമക്കേണ്ട ആവശ്യമില്ല, അവിടെ ഉപേക്ഷിച്ചേക്കുക. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. എൻ്റെ ബാക്കിയുള്ള ഡയറി കുറിപ്പുകൾ, വാച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് ഇനി വരുന്ന കപ്പലിലെ ക്യാപ്റ്റനെ കാര്യം പറഞ്ഞ് ഏൽപ്പിക്കണം. ഞാൻ മരിച്ചുപോയി എന്ന്, പോൾ ഡു ഷെയ്യു മരിച്ചുപോയി എന്ന് അദ്ദേഹത്തോട് പറയണം. ഇത് കേട്ടിട്ട് നല്ലവരായിട്ടുള്ള ആ കോമി യുവാക്കൾ പൊട്ടിക്കരഞ്ഞുപോയി. ഒഗൂസി, നിങ്ങൾ മരിക്കത്തില്ല. ഞങ്ങൾ നിങ്ങളെ ജീവനോടെ തന്നെ നാട്ടിലെത്തിക്കും. അഥവാ നിങ്ങൾ മരിച്ചാൽ പോലും നിങ്ങളുടെ ശരീരം ഞങ്ങൾ കാട്ടിൽ ഉപേക്ഷിക്കില്ല. ശത്രുക്കൾ നിങ്ങളുടെ തല വെട്ടിയെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പോള് ഒന്ന് ചിരിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ കടുത്ത വേദന കാരണം അദ്ദേഹത്തിന് അതിന് പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം അവർ തങ്ങളുടെ ആയുധങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിച്ചു. ശേഷം
ഗ്രാമത്തിലൂടെ ശ്വാസം അടക്കി പിടിച്ചിട്ട് ശബ്ദമുണ്ടാക്കാതെ അവർ ആ ഗ്രാമത്തിൻ്റെ തെരുവിലൂടെ സാവധാനം നീങ്ങി. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇവരെന്തിനാണ് ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെ തന്നെ പോകുന്നത്? ഗാബോണിലെ ഇടതൂർന്ന മഴക്കാടുകളിലാണ് പോളും കൂട്ടരും ഇപ്പോഴുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കാലാകാലങ്ങളായിട്ട് വസിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ വേട്ടയ്ക്കായിട്ടും മറ്റും നടക്കുന്ന വഴിയിലൂടെ തന്നെയാണ് നമ്മുടെ പോളും സംഘവും യാത്ര ചെയ്യുന്നത്. അല്ലാതെ സ്വയം വഴി ഉണ്ടാക്കിയിട്ട് വെട്ടിത്തെളിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വർഷങ്ങളെടുത്താലും ഇവർക്കിത് സഞ്ചരിച്ച് തീർക്കാൻ പറ്റില്ല. ഇതിനിടയിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ വഴികളും ഗ്രാമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ശത്രു ഗ്രാമങ്ങളാണെങ്കിൽ പോലും ഇവർക്കത് ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പാതിരാത്രി ആയതുകൊണ്ട് തന്നെ അവർ ശബ്ദമുണ്ടാക്കാതെ ഈ ഗ്രാമത്തിലെ പ്രധാന വഴിയിലേക്ക് നടന്നു കയറി. ഇരുവശങ്ങളിലും ഒട്ടനവധി കുടിലുകളുണ്ട്. എല്ലാവരും നല്ല ഉറക്കത്തിലുമാണ്. അവർ നടന്ന് ഗ്രാമത്തിൻ്റെ മറ്റേ അറ്റത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഒരു വശത്തു നിന്ന് ഒരു തീ പെട്ടെന്ന് ആളിക്കത്തി. ആരോ പന്തം കത്തിച്ചതാണ്. ഉടൻ തന്നെ ഇരുട്ടിൽ നിന്ന് ഒരു ശബ്ദം കൂടി കേട്ടു. നിങ്ങൾ ഊസിയാണ് എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങൾക്കെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യില്ല, അതുകൊണ്ട് ധൈര്യമായി കടന്നുപോയിക്കോളും. ഇത് കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും മനസ്സിലായില്ലെങ്കിലും പോളും സംഘവും അതിവേഗത്തിൽ അവിടെ നിന്നും ഒളിച്ചു കടന്നു. എന്നിട്ട് അവർ ആ ഗ്രാമത്തിൻ്റെ വേലിയിൽ എത്തി. ഒരു പക്ഷേ അവർ മുമ്പേ കൊല്ലാതെ വിട്ട ആ സ്ത്രീകളുടെ ഗ്രാമമായിരിക്കും അത്. അതുകൊണ്ടാവണം അവർ പോളിനെയും കൂട്ടരെയും തടയാതിരുന്നത്. അവസാനം അവരൊരു മരച്ചീനി തോട്ടത്തിലാണ് എത്തിച്ചേർന്നത്. അത് വലിയൊരു ഭാഗ്യമായി. കഴിഞ്ഞ 32 മണിക്കൂറുകളായിട്ട് ഇവർ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. എന്തായാലും അവസാനം വയറ് നിറയെ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്ത് അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിൻ്റെ തൻ്റെ വസ്ത്രങ്ങളിലെ രക്തക്കറ കണ്ടിട്ട് തനിക്ക് മുറിവേറ്റുമെന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പോൾ എന്ത് ചെയ്തു, ആ വസ്ത്രങ്ങളൊക്കെ തീയിലിട്ട് കത്തിച്ച് കളഞ്ഞു. താന് വലിയൊരു സംഭവമാണ്, മരണമില്ലാത്ത ആളാണ് എന്നൊക്കെ ഇവിടുത്തെ ആളുകൾ കരുതണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കൂടുതൽ പരിക്കുകൾ ഏൽക്കാതെ ഇദ്ദേഹത്തിന് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. പിറ്റേന്ന് രാവിലെ അവർ സൂര്യനെ നോക്കിയിട്ട് ദിശ കണ്ടെത്തിയിട്ട് വീണ്ടും പടിഞ്ഞാറോട്ടുള്ള മടക്കയാത്ര തുടർന്നു. അവസാനം അഷോങ്കോ നാടുകൾ അവസാനിച്ചതോടെ അവർ സുരക്ഷിതരായി. ഇനി അങ്ങോട്ടേക്ക് പോളിനെ അറിയാവുന്ന, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് ഉള്ളത്. ഇങ്ങോട്ടേക്ക് വന്ന അതേ വഴികളിലൂടെ അതേ ഗ്രാമങ്ങളിലൂടെയാണ് അവർ തിരിച്ചുള്ള യാത്രയും നടത്തുന്നത്. ആ യാത്രയിൽ പിന്നീട് വലിയ സംഘർഷങ്ങളൊന്നും ഉണ്ടായില്ല. ഇദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കണ്ടുമുട്ടിയ ആ പഴയ ഗ്രാമങ്ങൾ, അവിടുത്തെ ഗ്രാമത്തലവന്മാർ, അവരൊക്കെ വീണ്ടും പോൾ ഡു ഷെയ്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയധികം സന്തോഷത്തോടെ ഒക്കെയാണ്, സ്നേഹത്തോടൊക്കെയാണ് അവർ വീണ്ടും സ്വീകരിച്ചത്. ഭക്ഷണമൊക്കെ കൊടുക്കുകയും ചെയ്തു. എന്നാൽ അഷീറകളുടെ സ്ഥലങ്ങൾ മുതൽ കടൽത്തീരം വരെയുള്ള കാഴ്ചകൾ പക്ഷേ അങ്ങേയറ്റം ദയനീയമായിരുന്നു. വസൂരിയുടെ ആക്രമണം അതിഭീകരമായിരുന്നു. പല ഗ്രാമങ്ങളിലും ഏതാണ്ട് മുഴുവൻ ആളുകളും മരണപ്പെട്ടിട്ട് തീർത്തും വിജനമായിപ്പോയി. ഗ്രാമങ്ങളില്ലാതായിപ്പോയി. പല സ്ഥലങ്ങളിലും മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ ചിതറിക്കിടപ്പുണ്ട്. അവസാനം നീണ്ട 2 മാസത്തെ യാത്രയ്ക്ക് ശേഷം അവർ തിരിച്ച് നമ്മുടെ പഴയ കെൻഗ്വേസ രാജാവിൻ്റെ അരികിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ ഭൂരിഭാഗവും മക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇതിനോടകം ഈ വസൂരി വന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവശനായ പോളിന് അവിടെ ഒന്ന് അധികം നേരം തങ്ങുവാനായിട്ട് സാധിക്കില്ലായിരുന്നു. ഒടുക്കം ഒരു വിധത്തിൽ അവർ കടൽ തീരത്തുള്ള റൻബാനയുടെ അരികിൽ എത്തിച്ചേർന്നു. അദ്ദേഹവും ജീവനോട് ഇരിപ്പുണ്ട് എന്ന് കണ്ടതോടെ പോളിന് വളരെയധികം സന്തോഷമായി. പോള് മരിക്കില്ല എന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാണ് റൻബാനോ പറയുന്നത്. യാത്ര തിരിക്കുമ്പോൾ ഇവരിനി മടങ്ങി വരില്ല, മരണത്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പരിഹസിച്ച പലരും ഇന്ന് ജീവനോടെ ഇല്ല. പക്ഷേ മരണത്തെ മുഖാമുഖം കണ്ട പോളും സംഘവും സുരക്ഷിതമായിട്ട് തന്നെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ററ്റൻഡോ എന്ന് പറഞ്ഞ ഒരാളൊഴികെ ബാക്കി എല്ലാവരും ജീവനോടെ തിരികെ എത്തി. രോഗം, തീയ്, പട്ടിണി, യുദ്ധം ഇവയെല്ലാം അതിജീവിച്ചിട്ട് ഒരിക്കൽ കൂടി വിശാലമായിട്ടുള്ള അറ്റ്ലാന്റിക്കിലെ നീലക്കടൽ കാണാനായിട്ട് സാധിച്ചതോടെ പോളിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇനി ആദ്യമെത്തുന്ന കപ്പലിൽ തന്നെ എങ്ങനെയും ഇംഗ്ലണ്ടിൽ മടങ്ങിപ്പോയില്ലെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കില്ല. പക്ഷെ വീണ്ടും മാസങ്ങൾ ഇദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു. ഒടുക്കം 1865 അവസാനിക്കാറായപ്പോഴാണ് മറാനി എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് കപ്പൽ ആ തീരത്ത് വന്നെടുത്തത്. തൻ്റെ യാത്രയ്ക്കുള്ള ചെലവ് കാശ് പോലും കയ്യിലുണ്ടായിരുന്നില്ല എങ്കിലും നല്ലവനായിട്ടുള്ള ക്യാപ്റ്റൻ പോളിനെ തൻ്റെ കപ്പലിൽ യാത്ര ചെയ്യാൻ അനുവദിക്കുകയാണ് ചെയ്തത്. ഇത്രയും വലിയ യാത്രയ്ക്ക് ശേഷം പോളിൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 2 വാച്ചുകളും ഒരു ബാരോമീറ്ററും മാത്രമായിരുന്നു. നൈൽ നദി ലക്ഷ്യമാക്കി ഏതാണ്ട് 1 വർഷമാണ് അദ്ദേഹം യാത്ര ചെയ്തത്. കപ്പലിൽ മടങ്ങുന്ന അവസാനത്തെ ദിവസം പോളിനെ യാത്ര അയക്കാനായിട്ട് വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് ആ തീരത്ത് തടിച്ചുകൂടിയത്. ഇത് നമ്മുടെ പോൾ ഡു ഷെയ്യുവിൻ്റെ ആഫ്രിക്കയിലേക്കുള്ള അവസാന യാത്രയായിരുന്നു. കപ്പലിൻ്റെ ഡെക്കിൽ നിന്നിരുന്ന പോളിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇനി ഒരിക്കലും താനിനി ഇവരെ ജീവിതകാലത്ത് ഒരിക്കൽ കൂടി കാണില്ല എന്നുറപ്പാണ്. റൻബാന, കെൻഗുവസ്, ഇഗാല, റബൂക്ക, മയൂച്ചി, മക്കണ്ടോയ് ഇവരെ ഒന്നും ഇനി ഞാൻ കാണില്ല. തൻ്റെ മുൻ യാത്രകളിൽ കൂടെ ഉണ്ടായിരുന്ന പലരും ഇതിനോടകം മരണപ്പെട്ട് കഴിഞ്ഞു. വി വിൽ മീറ്റ് അഗെയിൻ ബട്ട് നോട്ട് ഇൻ ദിസ് ലൈഫ്. നമുക്കിനി അങ്ങേ ലോകത്ത് വെച്ച് കാണാം. ഗുഡ് ബൈ ആഫ്രിക്ക. അങ്ങനെ സാക്ഷാൽ പോൾ ഡു ഷെയ്യു ആഫ്രിക്കയോട് വിട പറയുകയാണ്. ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് 2020 സെപ്റ്റംബർ 20 പോൾ ഡു ഷെയ്യുവിനെ ഗൊറില്ല കൺട്രി എന്ന വീഡിയോ സീരീസിലൂടെ
നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോഴേക്കും നിങ്ങളിൽ ഭൂരിഭാഗം പേരും ആ പേര് ഒരിക്കൽ പോലും നേരത്തെ കേട്ടിരുന്നില്ല എന്നെനിക്ക് ഉറപ്പാണ്. അന്ന് മുതൽ തുടർച്ചയായിട്ട് ഇദ്ദേഹത്തിൻ്റെ യാത്രകൾ, ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് അദ്ദേഹം ഇനി ആഫ്രിക്കയിലേക്കില്ല എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു പക്ഷേ വല്ലാത്തൊരു നിരാശ ഉണ്ടായേക്കാം. പോൾ ആദ്യമായി പരാജയപ്പെട്ടത് തൻ്റെ ഈ അവസാന യാത്രയിൽ മാത്രമാണ്. 1866 ജനുവരി 8 ലണ്ടനിലെ ബെർലിംഗ്ടൺ ഹൗസിൽ റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയുടെ RGSൻ്റെ ഒരു പ്രധാന യോഗം നടന്നു. ഈ യോഗത്തിൽ ഒരിക്കൽ കൂടി പോൾ ഡു ഷെയ്യു വന്നിരിക്കുകയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വേദിയിൽ വെച്ച് പോള് ഗൊറില്ലകളെ പ്രദർശിപ്പിച്ച് ആളുകളെ ഞെട്ടിച്ചത് മുൻ സീരീസുകളിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവണം. എന്നാൽ അന്നത്തെ പോൾ അല്ല ഇപ്പോൾ വേദിയിൽ നിൽക്കുന്നത്. അന്ന് താൻ നാടകീയമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് പലരും താൻ പറഞ്ഞത് വിശ്വസിക്കാതിരുന്നത് എന്ന് പോളിന് ഇപ്പോൾ പിടികിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പത്തെ പോലെ ഗൊറില്ലകളെ പ്രദർശിപ്പിച്ചോ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ ഉണ്ടാക്കിയോ കഥകൾ പറഞ്ഞോ അല്ല ഇത്തവണ പോൾ ഡു ഷെയ്യു സംസാരിക്കുന്നത്. തൻ്റെ പഴയ ഡയറി എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കി തീരത്തുണ്ടായ അപകടം മുതൽ കാട്ടിൽ നിന്നുള്ള രക്ഷപ്പെടൽ, അവസാനത്തെ രക്ഷപ്പെടൽ, അവിടം വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ശാന്തമായിട്ടാണ് ഇപ്രാവശ്യം വിശദീകരിച്ചത്. നാടകീയതയ്ക്ക് പകരം തികച്ചും ശാസ്ത്രീയമായിട്ടുള്ള ഡേറ്റയാണ് അദ്ദേഹം ഇത്തവണ കൊടുത്തത്. അക്ഷാംശങ്ങൾ, നദികളുടെ ഗതികൾ, ഗോത്രങ്ങളുടെ ആചാരങ്ങൾ, ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ, പിഗ്മികളുടെ കണ്ടെത്തലുകൾ, ഇതെല്ലാം അദ്ദേഹം വളരെ വിശദമായിട്ട് കൃത്യമായിട്ട് തന്നെ വിവരിച്ചു. ക്യാമറകളും മറ്റു ഉപകരണങ്ങളും ജീവൻ രക്ഷിച്ചുള്ള ഓട്ടത്തിനിടയിൽ നഷ്ടപ്പെട്ടെങ്കിലും തൻ്റെ തോല് പൊതിഞ്ഞ നോട്ട് ബുക്കുകൾ പോൾ സുരക്ഷിതമായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലെ താളുകൾ മുഴുവൻ അദ്ദേഹം കുറിച്ചു വെച്ച വിവരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നക്ഷത്രങ്ങളുടെ സ്ഥാനം, ഗ്രാമങ്ങളിലെ തെരുവുകളുടെ നീളം, മണ്ണിൻ്റെ ഘടന, പ്രാദേശിക ഭാഷകൾ, പ്രാണികളുടെ കടിയേറ്റലുണ്ടാകുന്ന വേദനയുടെ കാഠിന്യം തുടങ്ങി അതിസൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ വരെയും അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫുകളെക്കാൾ മികച്ച രീതിയിൽ ഈ നോട്ട് ബുക്കുകൾ അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ട പ്രശസ്തി തിരിച്ചു നൽകാനായിട്ട് സഹായിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ യോഗത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയിലെ മെർച്ചിസൺ അദ്ദേഹത്തിന് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ച ഒരാളാണ്. ഇതുകൂടാതെ പോൾ അയച്ചു കൊടുത്ത പൊട്ടാമകലെ വെലോക്സ് എന്ന് പറഞ്ഞ ഒരു മൃഗത്തിൻ്റെ സാമ്പിൾ കണ്ടിട്ട് റിച്ചാർഡ് ഓവൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞന്മാർ അത്ഭുതപ്പെടുകയും പോളിൻ്റെ വിവരണം ശരിയാണ് എന്നൊക്കെ വിലയിരുത്തുകയും ചെയ്തു കഴിഞ്ഞതാണ്. ഇന്ന് ജൈൻറ്റ് ഓട്ടർ ഷ്രൂ എന്ന് വിളിക്കുന്ന മൃഗമാണ് ഈ പറഞ്ഞത്. ഇതിൻ്റെ പേരിൽ എലിയെന്നും നീർനായ എന്നൊക്കെ ഉണ്ടെങ്കിലും ഈ ജീവിക്ക് ഇവ രണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മീനിനെ പോലെ വാലി ഉപയോഗിച്ച് നീന്തുന്ന ആഫ്രിക്കൻ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഈ ജീവിയുടെ സാമ്പിൾസ് പോള് മുമ്പത്തെ യാത്രയിൽ അയച്ചു കൊടുത്തിരുന്നത് ഇപ്പോൾ അത് ശരിയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറെ കുറേ ഫ്രഞ്ച് പര്യവേഷകർ ഒഗൂവ് നദിയിലൂടെ നടത്തിയ യാത്രകൾ, ആ യാത്ര കാരണം പോള് പറഞ്ഞിരുന്ന പഴയ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പല കണ്ടെത്തലുകളും ശരിയാണ് എന്നൊക്കെ വീണ്ടും തെളിയിക്കാനും സാധിച്ചു. കഴിഞ്ഞ പ്രാവശ്യം പോളിൻ്റെ ഏറ്റവും വലിയ വിമർശകൻ വിൻവുഡ് റീഡ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. പോൾ ഡു ഷെയ്യുവിനെ പോലെ തന്നെ ഈ പടിഞ്ഞാറൻ ആഫ്രിക്കൻ വനങ്ങളിൽ യാത്രയും പര്യവേഷണമൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. പോൾ ഡു ഷെയ്യു കഴിഞ്ഞ പ്രാവശ്യം ഈ ഗൊറില്ലകളെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ, അദ്ദേഹം കാണിച്ച അസ്ഥികൂടങ്ങൾ, ഇതൊക്കെ കണ്ടിട്ട് ആവേശം കൊണ്ടിട്ടാണ് ഇദ്ദേഹം ഇത് ശരിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഒരു പര്യവേഷണത്തിന് നേരിട്ട് പോയത്. വിൻവുഡ് റീഡ് ആഫ്രിക്കയിൽ വെച്ച് ഗൊറില്ലകളെ നേരിട്ട് കാണുകയും ചെയ്തു. എന്നാൽ പോൾ ഡു ഷെയ്യു വിവരിച്ചതുപോലെയുള്ള ഒരു ഭീകരജീവിയെ അല്ല അദ്ദേഹം കണ്ടത്. വിൻവുഡ് നിരീക്ഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗൊറില്ലകൾ വളരെ ശാന്തരും മനുഷ്യരെ കാണുമ്പോഴേക്കും പേടിച്ചോടിപ്പോകുന്ന ആളുകളൊക്കെയാണ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഡു ഷെയ്യു വായനക്കാരെ ആകർഷിക്കാൻ വേണ്ടി കാര്യങ്ങൾ അതിശയോക്തിയോടെ അവതരിപ്പിച്ചതാണ് എന്നായിരുന്നു അദ്ദേഹം വാദിച്ചത്. നമ്മുടെ പോൾ ഡു ഷെയ്യു പറഞ്ഞ പല ഗൊറില്ല വേട്ടകളും നേരിട്ട് അദ്ദേഹം നടത്തിയതല്ല. അദ്ദേഹം കേട്ടുകേൾവികൾ സ്വന്തം അനുഭവങ്ങളാക്കിയിട്ട് എഴുതിയതാണ് എന്നൊക്കെയാണ് ഈ റീഡ് അന്ന് ആരോപിച്ചത്. ഡു ഷെയ്യുവിൻ്റെ പുസ്തകത്തിലെ പല ചിത്രങ്ങളും മറ്റ് പഴയ പുസ്തകങ്ങളിൽ നിന്നും പകർത്തിയതാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പര്യവേഷണം എന്ന നിലയിൽ ഡു ഷെയ്യു നൽകിയ മാപ്പുകളിലും സ്ഥലവിവരണങ്ങളിലും ഒട്ടേറെ പിഴവുകളുണ്ട് എന്ന് വിൻവുഡ് കണ്ടെത്തി. ഈ ഡു ഷെയ്യു ഒരു സയൻറ്റിസ്റ്റിനെ പോലെയല്ല, മറിച്ച് ഒരു കഥാകാരനെ പോലെയാണ്, ഒരു സ്റ്റോറി ടെല്ലറെ പോലെയാണ് കാര്യങ്ങൾ വിവരിക്കുന്നത് എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആരോപണം. ഈ തർക്കം അക്കാലത്ത് ലണ്ടനിലെ റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയിൽ വലിയ ബഹളങ്ങൾക്ക് കാരണമായ ഒരു സാധനമാണ്. എന്നാൽ ഇപ്രാവശ്യം ഈ വിമർശനങ്ങൾക്കിടയിലും ഗൊറില്ലകളെക്കുറിച്ച് നാം മുമ്പ് പറഞ്ഞ അഭിപ്രായം മാറ്റി പറയാനായിട്ട് പോൾ തയ്യാറായില്ല. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കൂടുതൽ സയൻറ്റിഫിക്കായിട്ട് അവതരിപ്പിച്ചത് ഈ വിമർശനമായിട്ടുള്ള വിൻവുഡ് റീഡിന് ഇഷ്ടമാവുകയും ചെയ്തു. ഗൊറില്ലകളെക്കുറിച്ചുള്ള നാടകീയതകൾ ഒഴിവാക്കിയുള്ള ഈ പുതിയ സമീപനം പോളിനെ ഒരു യഥാർത്ഥ ശാസ്ത്രജ്ഞനായിട്ട് അംഗീകരിക്കാൻ കാരണമാകും എന്നാണ് റീഡ് പിന്നീട് ടൈംസ് പത്രത്തിൽ എഴുതിയത്. ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറി മാറി വരികയാണ്. അതായത് ഗൊറില്ലകളെയും പിഗ്മികളെയും കണ്ടെത്തിയ ആൾ എന്ന നിലയിൽ അവർ പോളിനെ അംഗീകരിക്കുകയും എന്നാൽ അനാവശ്യമായ ഹൈപ്പ് കാര്യങ്ങൾക്ക് നൽകി അവതരിപ്പിച്ചതിനെ അവർ എതിർക്കുകയും ചെയ്യുക. ഇതൊക്കെ നടക്കുമ്പോഴേക്കും 1866 ഭൂരിഭാഗം സമയത്തും പോൾ കഴിഞ്ഞിരുന്നത് ലണ്ടനിലെ ട്വിക്വൻഹാം സബർബിലുള്ള ഒരു വാന നിരീക്ഷണ കേന്ദ്രത്തിലായിരുന്നു. അവിടെ പ്രശസ്ത സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഹെൻറി വാൾട്ടർ ബേറ്റ്സിനോടൊപ്പം തൻ്റെ രണ്ടാമത്തെ ആഫ്രിക്കൻ യാത്രയെക്കുറിച്ചുള്ള പുസ്തകം എഴുതുന്നതിലാണ്
ഇദ്ദേഹം സമയം കണ്ടെത്തിയത്. ആമസോണിലെ പര്യവേഷണങ്ങളിലൂടെ പ്രശസ്തനായിട്ടുള്ള ആളാണ് ഈ ബെയ്റ്റ്സ്. പ്രാണികളിലെ അനുകരണ സ്വഭാവം മിമിക്രിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പഠനമാണ് വളരെ പ്രശസ്തം. ബോട്ടണിയും സുവോളജിയൊക്കെ പഠിച്ചവർക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് പരിചിതമായിരിക്കും. വിഷമുള്ളതോ ശത്രുക്കൾ ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടാത്തതോ ആയിട്ടുള്ള ഒരു ജീവിയുടെ രൂപം വിഷമില്ലാത്ത മറ്റൊരു ജീവി സ്വീകരിക്കുന്നതിനെ അനുകരിക്കുന്നതിനെയാണ് ബേറ്റ്സിയൻ മിമിക്രി എന്ന് ഇപ്പോൾ പറയുന്നത്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ജീവികൾ ഇങ്ങനെ ചെയ്യുന്നത്. അത്രയും പ്രശസ്തനായിട്ടുള്ള ബേറ്റ്സിൻ്റെ കൂടെയാണ് ഇദ്ദേഹം നമ്മുടെ പോൾ ഡു ഷെയ്യു ഇപ്പോൾ ഉള്ളത്. ബേറ്റ്സൊക്കെ ഈ പോൾ ഡു ഷെയ്യു പറയുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ആളുകളാണ്. തൻ്റെ ആഫ്രിക്കൻ അനുഭവങ്ങൾ, മൃഗങ്ങളെ വേട്ടയാടുന്നത്, ഗൊറില്ലകളുടെ അടുത്തേക്ക് പോകുന്ന രീതികൾ, ഇതൊക്കെ ഈ പോൾ ബേറ്റ്സിൻ്റെയും അവിടെയുള്ള മറ്റ് സുഹൃത്തുക്കളുടെയും മുമ്പിൽ പലപ്പോഴും അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1867 തുടക്കത്തിൽ പോളിൻ്റെ രണ്ടാമത്തെ പുസ്തകമായിട്ടുള്ള എ ജേർണി ടു അഷാങ്കോ ലാൻഡ് എന്ന് പറഞ്ഞ ബുക്ക് പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഈ പുസ്തകത്തിന് മികച്ച പ്രതികരണമാണ് അക്കാലത്ത് ലഭിച്ചത്. നമ്മൾ മുമ്പ് പറഞ്ഞ റോയൽ ജിയോഗ്രഫിക്കൽ സൊസൈറ്റിയും അതിൻ്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള റോഡറിക് മെർച്ചിൻസനും ഈ പോളിനെ ഒരു സാഹസികൻ, ഒരു അഡ്വഞ്ചർ യാത്രികൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഒരു യഥാർത്ഥ പര്യവേഷകനായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ അംഗീകരിക്കുന്ന ഒരു കാലയളവാണ് ഇത്. അദ്ദേഹത്തിൻ്റെ ഭൂമിശാസ്ത്രപരവും പ്രകൃതിശാസ്ത്രപരമായിട്ടുള്ള സംഭാവനകളെ മാനിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ബഹുമതി പത്രം നൽകുകയും ചെയ്തു. നഷ്ടപ്പെട്ട ഉപകരണങ്ങളൊക്കെ പകരമായിട്ട് ഒരു ക്യാഷ് പ്രൈസ് കൂടി കൊടുത്തു. ഫ്രാൻസിനും അമേരിക്കയും മാത്രമല്ല, ബ്രിട്ടീഷുകാരായിട്ടുള്ള തങ്ങൾക്കും പോള് സ്വന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മെർച്ചിസൺ തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയും ഇദ്ദേഹത്തെ പോൾ ഡു ഷെയ്യുവിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും ചെയ്തത്. തൻ്റെ രണ്ടാമത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം പോള് ഇംഗ്ലണ്ട് വിട്ടിട്ട് അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള കാർമൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മടങ്ങി. ആഭ്യന്തര യുദ്ധത്തിനും അബ്രഹാം ലിങ്കൻ്റെ കൊലപാതകത്തിനൊക്കെ ശേഷം പതുക്കെ കരകയറിക്കൊണ്ടിരുന്ന അമേരിക്കയിൽ ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? എല്ലായിടത്തും നടന്നിട്ട് ധാരാളം പ്രസംഗങ്ങൾ നടത്തി. നിങ്ങളുടെ സുഹൃത്തായ പോൾ, യുവർ ഫ്രണ്ട് പോൾ എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പ്രസംഗം അക്കാലത്ത് ആരംഭിച്ചിരുന്നത്. അദ്ദേഹം ഒരു സ്റ്റൈലായിട്ട് മാറ്റിയതാണ്. നമ്മൾ ഇപ്പോൾ ഈ കാലത്ത് വീഡിയോസൊക്കെ ചെയ്യുന്ന ആളുകൾ ഓരോരുത്തരും അവരുടെ വീഡിയോസ് തുടങ്ങുന്നത് ഓരോരുത്തരുടെയും ശൈലിയിലാണ്. ഈ സാധനമൊക്കെ ആ സമയത്ത് ഈ പ്രഭാഷണങ്ങൾ നടക്കുന്ന സമയത്ത് തൻ്റേതായ രീതിയിലൊരു ശൈലിയും ആ പ്രസംഗം തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ പോൾ എന്നൊക്കെ പറഞ്ഞ ശൈലിയൊക്കെ തുടങ്ങിയ ആളാണ് നമ്മുടെ ഈ പോൾ ഡു ഷെയ്യു. ഇത് പോരാഞ്ഞിട്ട് ഗൊറില്ലകളുടെ നടത്തം അദ്ദേഹം വേദിയിൽ അനുകരിച്ച് കാണിക്കുമായിരുന്നു. ആഫ്രിക്കൻ ഗോത്രത്തലവന്മാർക്ക് ഒട്ടനവധി ഭാര്യമാരുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തമാശ രൂപത്തിൽ ഇദ്ദേഹം പറയുകയും കാണികളെ, പ്രത്യേകിച്ച് കുട്ടികളെ വളരെയധികം രസിപ്പിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കുറേയേറെ പരിശ്രമിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മിക്ക ബുക്കുകളും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. പിന്നീട് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്കാണ് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞത്. ആഫ്രിക്ക വിട്ട് ഇനി സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്കാണ് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ദി ലാൻഡ് ഓഫ് ദി മിഡ് നൈറ്റ് സൺ, ദി വൈക്കിംഗ് ഏജ്, ഇങ്ങനെ പുസ്തകങ്ങൾ ഇദ്ദേഹം ഈ ഒരു സ്കാൻഡിനേവിയൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയ ബുക്കുകളാണ്. 60 വയസ്സായ ശേഷവും പോള് ഒരു ചെറുപ്പക്കാരനെ പോലെ തന്നെയാണ് നടന്നിരുന്നത്. നരച്ച മീശ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള മുടിയൊക്കെ കറുപ്പിച്ച് ചെറുപ്പക്കാരുടെ കൂടെ മാത്രമാണ് ഇദ്ദേഹം നടന്നിരുന്നത്. വീട്ടിലിരുന്ന് വാർദ്ധക്യ സജ്ജമായിട്ടുള്ള അസുഖങ്ങളെപ്പറ്റി വിലപിക്കുന്ന ആളുകൾക്കൊപ്പമല്ല, മറിച്ച് യുവജനങ്ങൾക്കൊപ്പം കഴിയാനാണ്, സമയം ചെലവഴിക്കാനായിട്ടാണ് അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചതും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ചെയ്തിരുന്നതും. ഇനി മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ പോൾ ഡു ഷെയ്യു കല്യാണം കഴിച്ചിട്ടേ ഇല്ല. ഇദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന് ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ എന്ന് പോലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ രേഖകളിൽ നിന്നോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നോ നമുക്ക് മനസ്സിലാവത്തില്ല. അങ്ങനെ ഒരാളില്ലായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ആഫ്രിക്കയോ സ്കാൻഡിനേവിയോ ഗൊറില്ലയോ ഒക്കെ ആയിരിക്കും. ഇദ്ദേഹത്തിൻ്റെ സ്വപ്നം, ഇദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് യാത്ര ചെയ്യുക, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പുകൾ നടത്തുക എന്നുള്ള ആഗ്രഹം മാത്രമാണ്. സ്വന്തമായിട്ടൊരു ഭവനം പോലും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സുഹൃത്തുക്കളുടെ, ഫ്രണ്ട്സിൻ്റെ കൂടെ വീടുകളിലാണ് താമസിച്ചിരുന്നത്. തുടർന്ന് കുറച്ച് പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും റഷ്യൻ സംസ്കാരം പഠിക്കണം, അവിടുത്തെ സാധാരണ കർഷകരെ കാണണം, സർ ചക്രവർത്തിയെ നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടായി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ അവസാന യാത്രയ്ക്കായിട്ട്, വലിയ യാത്രയ്ക്കായിട്ട് റഷ്യയിലേക്കാണ് ഇദ്ദേഹം യാത്ര തിരിച്ചത്. അവിടെ വെച്ച് പോള് ദിവസവും 6 മണിക്കൂറാണ് റഷ്യൻ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചത്. നോക്കണം, 60 വയസ്സിന് മേലുള്ള ആളാണ് 6 മണിക്കൂർ ഒരു ദിവസം ഒരു ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെലവഴിച്ചിരുന്നതാണ്. അതായത് പ്രായം ഒരു പ്രശ്നമല്ല. ഇദ്ദേഹം ആ ഒരു സമയത്തും ഇദ്ദേഹത്തിന് യാത്ര ചെയ്യണം, കൂടുതൽ കാര്യങ്ങൾ അറിയണം, പഠിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1903 ഏപ്രിൽ 29 രാവിലെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം പെട്ടെന്ന് രോഗബാധിതനായി. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല, ഐ കാൺ സീ എന്ന് പറഞ്ഞ അദ്ദേഹം കസരയിൽ നിന്ന് എഴുന്നേൽക്കാനായിട്ട് ശരിക്കും ബുദ്ധിമുട്ടി. തൻ്റെ സുഹൃത്തിനോട് ഞാൻ മരിക്കുകയാണ്, ഐ ആം ഡൈയിങ് എന്ന് പറഞ്ഞ അദ്ദേഹം അന്ന് രാത്രി 11 മണിയോടെ ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞു. മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ആകെ ഉണ്ടായിരുന്നത് $500 മാത്രമാണ്.
അദ്ദേഹം നേരത്തെ തന്നെ ഈ കയ്യിലുണ്ടായിരുന്ന വസ്തുക്കൾ, സ്വത്തുക്കൾ, സമ്പത്തെല്ലാം തൻ്റെ സുഹൃത്തുക്കൾക്കും മ്യൂസിയങ്ങൾക്കും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോളിൻ്റെ മൃതദേഹം പിന്നീട് ന്യൂയോർക്കിലേക്ക് കൊണ്ടുവരികയും ജൂൺ മാസത്തിൽ പാർക്ക് പ്രെസ്ബിറ്റേറിയൻ പള്ളിയിൽ വെച്ചിട്ട് അന്ത്യ ശുശ്രൂഷകൾ, ശവസംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്തു. ഇതിനുശേഷം ബ്രോങ്സിലെ വുഡ്ലോൺ സിമിത്തേരിയിലാണ് ഈ പോളിനെ അടക്കം ചെയ്തത്. പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ആർതർ കോനൻ ഡോയല് തൻ്റെ ലോസ്റ്റ് വേൾഡ് എന്ന നോവലിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള പ്രൊഫസർ ചലഞ്ചർ, ആ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചതിൽ നമ്മുടെ ഈ പോളിൻ്റെ ജീവിതവും അനുഭവങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ചില ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെ ജാക്ക് ലണ്ടൻ്റെ പല ബുക്കുകളിലും നമ്മുടെ ഈ പോൾ ഡു ഷെയ്യുവിൻ്റെ സ്വാധീനം നമുക്ക് ശരിക്കും കാണാം. പിന്നെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ കിങ് കോങ് പോലുള്ള അമാനുഷികമായിട്ടുള്ള ഗൊറില്ലകളുടെ അത്തരം കഥകളെല്ലാം നമ്മുടെ ഈ പോൾ ഡു ഷെയ്യുവിൻ്റെ വിവരണങ്ങളിൽ നിന്ന് ആളുകൾ ഉണ്ടാക്കിയെടുത്ത കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ ഗൊറില്ലകളെ കുറിച്ചിട്ട് നമ്മുടെ പോൾ ഡു ഷെയ്യു പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ഇവ രണ്ട് കാലിൽ നിൽക്കും, നെഞ്ചത്തടിക്കും എന്നൊക്കെ പറഞ്ഞത് പിന്നീട് സത്യമാണെന്ന് തെളിഞ്ഞു. അക്കാലത്ത് വിചാരിച്ചിരുന്നത് ഇദ്ദേഹം വെറുതെ പറയുന്നതാണ്, തള്ളുന്നതാണ്, ഇങ്ങനെയൊന്നും ഇതുങ്ങൾ ചെയ്യില്ല എന്നൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ ഇന്ന് നമുക്കറിയാം. പക്ഷേ പോളിന് ഒരു അബദ്ധം പറ്റി. ഇദ്ദേഹം വിചാരിച്ചിരുന്നത് ഇങ്ങനെ നെഞ്ചത്തടിച്ച് വരുന്നത് ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പോൾ കരുതിയിരുന്നത്. പക്ഷേ അതങ്ങനെയല്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഒരു ഗൊറില്ല അവൻ്റെ സൈസ് കാണിക്കാനായിട്ട്, അവൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ താനാണ് ഏറ്റവും വലിയ ആൾ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെഞ്ചത്ത് അടിക്കുന്നത്. അങ്ങനെ പല കാരണങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ പോൾ വിചാരിച്ചിരുന്നത് ഇത് ആക്രമിക്കാൻ വരികയാണ് എന്നാണ്. പക്ഷേ അത് തെറ്റാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഗാബോണീസ് ചരിത്രകാരന്മാർ, സയൻറ്റിസ്റ്റുകൾ, അവരൊക്കെ പിന്നീട് നടത്തിയ സംയുക്ത പഠനങ്ങളിൽ പോൾ പറഞ്ഞിരുന്ന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള കണ്ടെത്തലുകൾ അതൊക്കെ വളരെ കൃത്യതയുള്ളതാണ് എന്നൊക്കെ പിന്നീടാണ് മനസ്സിലായത്. എന്നാൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന സാധനം ഇതൊന്നുമല്ല. ഈ ഭാഗങ്ങളിൽ നമ്മുടെ പോൾ ഡു ഷെയ്യു യാത്ര ചെയ്തിരുന്ന ഈ ഗാബോൺ ഭാഗങ്ങളിൽ വർഷങ്ങൾക്ക് ശേഷം ചില കത്തോലിക്ക പുരോഹിതന്മാർ വന്നു. അവരവിടെ കുറച്ച് പള്ളികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടും അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ടും ഒരു പര്യവേഷണമൊക്കെ നടത്തി. അങ്ങനെ അവരിങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് അവർ ആ ഭാഗങ്ങളിലുണ്ടായിരുന്ന അഷീറ ഗോത്രക്കാരൊക്കെ ആയിട്ട് ഇവർ കമ്പനിയായി. അപ്പോഴാണ് ഈ ഗോത്രക്കാരിൽ നിന്നാണ് അവിടെ ഒരു മലയെ പറ്റിയിട്ട് ഇവർ പറയുന്നത്. ഈ ഗോത്രക്കാർ ഈ കത്തോലിക്ക പുരോഹിതന്മാരോട് പറയുന്നത് മുഗോങ്കു പോലു എന്നായിരുന്നു ഇവർ പറഞ്ഞ ആ മലയുടെ പേര്. പക്ഷേ ആ ഭാഷ പഠിച്ച ഈ പുരോഹിതന്മാർ ആ മലയുടെ പേരിൻ്റെ അർത്ഥം കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി. മുഗോലു പോലു എന്ന് പറഞ്ഞാൽ പോളിൻ്റെ പർവ്വതം എന്നാണ് അർത്ഥം. ഇത് കേട്ടിട്ട് ആവേശം മൂത്ത ആ പുരോഹിതന്മാർ ഈ മലയുടെ മുകളിൽ എന്താണുള്ളത് എന്നറിയുവാൻ വേണ്ടിയിട്ട് ഇവർ ഈ മലയുടെ മുകളിൽ ഒന്ന് കയറി നോക്കി. അപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. അവിടെ ഒരു പാറയിൽ ഫ്രഞ്ചിൽ എന്തോ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അറിയാമോ? പോൾ ഡു ഷെയ്യു. നമ്മുടെ സാക്ഷാൽ പോൾ ഡു ഷെയ്യു തന്നെയാണ് ഫ്രഞ്ചിൽ ആ പാറയിൽ തൻ്റെ പേര് കൊത്തിവെച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ലോകം മുഴുവൻ തട്ടിപ്പുകാരൻ എന്നൊക്കെ ആക്ഷേപിച്ച് അദ്ദേഹത്തിന് കാലം നൽകിയ വലിയൊരു അംഗീകാരമായിരുന്നു അത്. ചുരുക്കത്തിൽ തൻ്റെ യാത്രകൾക്കുള്ള തെളിവുകൾ അദ്ദേഹം തന്നെ പല സ്ഥലങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു വെച്ചിരുന്നു എന്നതാണ് അത്ഭുതം. അക്കാലത്ത് പോളിനെ അംഗീകരിക്കാനായിട്ട് ബ്രിട്ടനിലെ എലൈറ്റ് സയൻറ്റിസ്റ്റുകൾക്ക് ഉണ്ടായ മടിയുടെ കാരണം വേറൊന്നാണ്. പോൾ ഡു ഷെയ്യു മിക്സഡ് റേസിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള ചാൾസ് അലക്സിസ് ഡു ഷെയ്യു ഒരു ഫ്രഞ്ച് കച്ചവടക്കാരനായിരുന്നു. ആഫ്രിക്കൻ തീരത്തുള്ള അന്ന് ഫ്രഞ്ച് നിയന്ത്രണത്തിലുള്ള റീയൂണിയൻ ദ്വീപിലെ നാട്ടുകാരിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മാതാവ്. അവർ ഒരു പക്ഷേ കറുത്ത വർഗ്ഗക്കാരിയോ അല്ലെങ്കിൽ മിക്സഡ് റേസിൽപ്പെട്ട ആളാവാനാണ് സാധ്യത. ഇത് പുറത്തറിഞ്ഞിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തെ അക്കാലത്തെ വംശീയ ചുവയുള്ള ക്വാഡ്രൂൺ എന്ന് പറഞ്ഞ പേര് പറിച്ചിട്ട് ആളുകൾ കളിയാക്കുമായിരുന്നു. അതായത് ഒരു വ്യക്തിയുടെ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒരാൾ ആഫ്രിക്കൻ വംശജനാണെങ്കിൽ അക്കാലത്ത് കളിയാക്കിയിരുന്ന പേരാണ് കാഡ്രൂൺ. അതുകൊണ്ടാവണം പാവം പോള് ഒരിക്കലും തൻ്റെ കുടുംബ പശ്ചാത്തലം ആളുകളോട് പറഞ്ഞിരുന്നില്ല. ചിലപ്പോൾ താൻ ഫ്രഞ്ചുകാരനാണ് എന്നൊക്കെ പറയും, ചിലപ്പോൾ ബ്രിട്ടീഷുകാരനാണെന്നും അല്ലെങ്കിൽ താൻ അമേരിക്കക്കാരനാണോ എന്നൊക്കെയാണ് അദ്ദേഹം ആളുകളോട് പറഞ്ഞിരുന്നത്. ലണ്ടനിലുണ്ടായിരുന്ന തൻ്റെ സുഹൃത്തായിട്ടുള്ള എഡ്വേർഡ് ക്ലോഡിനോട് മാത്രമാണ് അദ്ദേഹം തൻ്റെ ശരിക്കുള്ള ഐഡൻറ്റിറ്റി പറഞ്ഞിരുന്നുള്ളൂ. അങ്ങനെയാണ് നമുക്കിന്ന് കാര്യം മനസ്സിലായത്. താൻ ആഗ്രഹിച്ച ഉന്നത പദവികളും അംഗീകാരങ്ങളും ലഭിക്കാനായിട്ട് ഈ വിക്ടോറിയൻ കാലഘട്ടത്തിലെ വംശീയമായിട്ടുള്ള മുൻവിധികൾ തടസ്സമാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. പക്ഷേ ഇന്ന് കാലമേറെ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. പോൾ ഡു ഷെയ്യു പറഞ്ഞതൊക്കെയും ശരി തന്നെയാണ്. തനിക്ക് ശ്രദ്ധ കിട്ടുവാനും തൻ്റെ പുസ്തകങ്ങൾ വിറ്റുപോകുവാനും കുറച്ച് നാടകീയത കൂട്ടി പറഞ്ഞത് മാത്രമാണ് അദ്ദേഹം ചെയ്ത ഏക തെറ്റ്. പോൾ ഡു ഷെയ്യുവിനോട് നമുക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്തു. നിങ്ങളുടെ വിവരണങ്ങളിലൂടെ ഞങ്ങളെയും നിങ്ങൾ അവിടെ കൊണ്ടെത്തിച്ചു. ഉറക്കം വരാത്ത ഒരുപാട് രാത്രികളിൽ നിങ്ങളുടെ യാത്രകൾ സ്വപ്നം കണ്ടാണ് ഞങ്ങൾ ഇന്നും കിടന്നുറങ്ങുന്നത്. ഞങ്ങളുടെ മക്കളും ഇത് തന്നെ തുടരും. അതുകൊണ്ട് മഹാനായ പോൾ ഡു ഷെയ്യു, നൗ യു മേ റെസ്റ്റ് ഇൻ പീസ്.